നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയിലേക്ക് എല്ലാ മാന്യശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വളരെ രസകരമായൊരു വിഷയം തന്നെയാണ്. കൂർക്കം വലി മറ്റ് അസുഖങ്ങളുടെ ലക്ഷണമാണോ? അപ്പോൾ ഇതിനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ ഷെഫിൽ ഷറഫാണ്, കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ. അപ്പോൾ ഡോക്ടറിനെ ആദ്യം തന്നെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഡോക്ടർ അത് പറയുന്നതിന് മുമ്പ് ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പറോട് ഓർപ്പിക്കുകയാണ്. 0474293111 എന്ന നമ്പറിലേക്കാണ്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കൂർക്കം വലി അങ്ങനെ വലിയ പ്രശ്നമായിട്ടൊന്നും ആരും ചിന്തിക്കാറില്ല. ചില കാര്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ബന്ധം വരെ ഒഴിയാറ് ഈ കൂർക്കം വലി കാരണം. വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് ചിലവരൊക്കെ അത് ചിന്തിക്കുന്നത്. പക്ഷേ ഇത്രയും ഗുരുതരമാണോ കൂർക്കം വലി യഥാർത്ഥത്തിൽ? ഒരുപാട് രസകരമായിട്ടുള്ള കേസസ് നമ്മൾ കാണാറുണ്ട്. ശരിക്കും ഗുരുതരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആണ് എപ്പോഴും ഈ കൂർക്കം വലി. അതിലുപരിയായിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കുറച്ച് അസുഖങ്ങളെ മുൻകൂട്ടി കാണിക്കുകയും അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ചില അസുഖങ്ങളെ കാണിക്കാനുള്ളൊരു സിംറ്റമായിട്ട് നമുക്ക് മിക്കപ്പോഴും കൂർക്കം വലി എടുക്കാം. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യം എന്ന് വെച്ചാൽ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് കൂർക്കം വലിയിൽ. ഒന്നാമത്, മിക്കപ്പോഴും നമ്മളിത് അവെയർ ആയിരിക്കില്ല നമ്മൾ കൂർക്കം വലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ കൂർക്കം വലിയോടനുബന്ധിച്ചിട്ട് വേറെ എന്തെങ്കിലും സിംറ്റംസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമുക്കറിയില്ല. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതെല്ലാം നടക്കുന്ന ഉറക്കത്തിലാണ്. നമ്മൾ ഡീപ്പ് സ്ലീപ്പായിരിക്കും. അപ്പം നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ കൂർക്കം വലിക്കുന്നുണ്ടോ, എത്ര ഇൻറ്റൻസിറ്റിയിലാണ്, ഏത് സമയത്താണ്, വെളുപ്പം കാലത്താണോ, കിടന്നുറങ്ങി കൂർക്കം വലിക്കുന്നുണ്ടോ, ഈ കൂർക്കം വലിക്കുന്നതിനിടയ്ക്ക് ഞെട്ടി എണീക്കുന്നുണ്ടോ, ഏത് സൈഡിൽ കിടക്കുമ്പോഴാണോ, ഇതൊന്നും നമുക്കറിയില്ല. എപ്പോഴും ഇത് അപ്രിഷിയേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ബെഡ് പാർട്ട്നേഴ്സോ നമ്മുടെ കൂടെ കിടക്കുന്നവരോ, ഇപ്പം ഹോസ്റ്റലിൽ കുട്ടികൾ കൂടെ കിടക്കുന്ന കുട്ടികളൊക്കെ പറയുമ്പോഴായിരിക്കും. ഇത് നമുക്കൊരു സ്റ്റിഗ്മ ഉള്ളത് കൊണ്ട് നമുക്ക് ചിലപ്പം സമ്മതിക്കാനൊരു മടിയായിരിക്കും. നമ്മൾ മിക്കപ്പോഴും ഇല്ല, ഞാൻ കൂർക്കം വലിച്ചിട്ടില്ല, അതെനിക്ക് പനിയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജലദോഷം തോന്നലാണ്, നീ ഇതിനേക്കാളും കൂടുതൽ വർക്ക്, നമ്മൾ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെയാണ് ഇതിന്റെ ഒരു ക്യാരക്ടർ. ഓക്കെ ഡോക്ടർ, നമുക്ക് എന്തെങ്കിലും ഒരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ സാറേ, നമസ്കാരം. ഞാൻ പത്തനംതിട്ട കേശവനാണ്. നമസ്കാരം, പറഞ്ഞോളൂ സാറേ. നമസ്കാരം സാറേ. എനിക്ക് 77 വയസ്സ് കഴിഞ്ഞ് 78 കയറി. ഞാന് നേരത്തെയൊക്കെ നല്ല രീതിയിൽ ഉറക്കം വലിക്കുമായിരുന്നു. അപ്പൊ എന്റെ ഭാര്യ ഇത് പറയുമായിരുന്നു. പിന്നെ ഇപ്പൊ വർഷങ്ങളായിട്ട് ഞാൻ ഒറ്റപ്പെട്ടുള്ള ഉറക്കമാണ്. പക്ഷെ ഞാന് ഗുരുതരമായ ശ്വാസകോശ രോഗിയാ സാറേ. അത് കാരണം എനിക്കിപ്പോ ഉറക്കം തീരെ കുറവാണ്. ഒരുപാട് മരുന്ന് ഇങ്ങനെ ഈ മെഡിക്കൽ കോളേജ്, കോന്നി മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റ് ആണ്. വളരെ ഏറെ സങ്കീർണമായ. കഴിഞ്ഞ മെയ്യില്, അതുപോലെ സെപ്റ്റംബറിലെ, ഡിസംബറിലൊക്കെ ഞാൻ ICUലൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് ഉറക്കം തീരെ ഇല്ല സാറേ. 2-3 കഷ്ടിച്ച് 3 മണിക്കൂർ പിന്നെ എനിക്ക് ഉറക്കമേ കിട്ടുന്നില്ല. പിന്നെ തിരിച്ചും പറിച്ചു. പിന്നെ ഒരേ ഒരു ആശയം ഈ റേഡിയോ പ്രോഗ്രാമാണ്, ഇങ്ങനെ പാട്ട് കേട്ടോണ്ടൊക്കെ. എന്നാലും ഉറക്കം എന്റെ അടുത്ത് വരാറേ ഇല്ല സാർ. പിന്നെ ഇതാണ് സാറേ എന്റെ മെയിൻ പ്രശ്നം. ഞാൻ എന്ത് ഹലോ സാറേ, ചേട്ടാ വെയിറ്റ് എത്ര ഉണ്ടെന്ന് അറിയാമോ? ചേട്ടന്റെ വെയിറ്റ്? എനിക്ക് 37 കിലോ കൂടുതലില്ല. നേരത്തെ തൊട്ട് ഇത്രയും വെയിറ്റ് കുറവായിരുന്നു, അതോ ഈ ഇടയ്ക്കായിട്ടാണോ വെയിറ്റ് കുറഞ്ഞത്? അങ്ങനെ സാറേ, എന്റെ നല്ല യൗവന പ്രായത്തില് എനിക്കൊരു 30 വയസ്സിലൊക്കെ എനിക്ക് 43 കിലോ കൂടുതൽ വെയിറ്റ് ഇല്ല. അതെ. ഈ രാത്രി ശ്വാസം മുട്ടി എണീക്കുന്ന ഒരു സ്വാഭാവികം ഉണ്ടോ? അതെ, ശ്വാസം മുട്ടി ഞാൻ ഗാഠമായിട്ട് 2-3 മണിക്കൂർ ഉറങ്ങിപ്പോയെങ്കിലേ പിന്നെ ഞെട്ടി ഉണരുന്നതിന്റെ ശ്വാസം കിട്ടത്തില്ല. പിന്നെ കിടന്ന് മക്കളെ വിളിക്കുക. പിന്നെ മോനും മരുമോളും ഒക്കെ അടുത്ത റൂമിലായിരിക്കും. നടക്കുന്ന സമയത്തുള്ള ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ശരിയായ രീതിയിൽ ശ്വാസം മുട്ടില്ല സാറേ. പറയുന്നത് ശ്വാസകോശം ചുരുങ്ങുവാണ്. അപ്പോ പിന്നെ കട്ടിയായ പണിയൊന്നും സാറേ ശരിയായ രീതി വലിക്കുവാൻ സാറേ പണ്ടേ ആയിരിക്കും. ഇപ്പൊ ഞാൻ പിന്നെ 8-9 മാസം കംപ്ലീറ്റ് അങ്ങ് നിർത്തിയിരിക്കുക. ഇപ്പൊ നിർത്തിയിട്ട് 9 മാസം ആയതേ ഉള്ളൂ. അപ്പൊ ഒരു പാക്കറ്റ് ഒക്കെ വെച്ച് ഡെയിലി വലിക്കുവായിരുന്നല്ലേ? ശരിക്ക് ഒരു 10-60 വർഷം എല്ലാ കൂലിപ്പണി ചെയ്ത് പാറമടി കല്ല് പൊട്ടിക്കുക, പിന്നെ ലോഡിങ് പണി, ഇങ്ങനെ കഷ്ടപ്പെട്ട പണി എല്ലാം ഞാൻ ചെയ്ത. അതെ ഏട്ടാ. അപ്പം ജോലി റിലേറ്റഡ് ആയിട്ടും പുകവലിച്ചിൽ നിന്നും ഉണ്ടാവുന്ന ശ്വാസം മുട്ടിന്റെ ഒരു വകഭേദം, COPD എന്ന് പറയുന്നൊരു വകഭേദം പോലെ തോന്നുന്നുണ്ട്. അത് നമുക്ക് ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അതിൻ്റെ ഭാഗമായിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും ശ്വാസം മുട്ട് വരാനും ഈ കൂർക്കം വലി, നേരത്തെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടുള്ള കൂർക്കം വലി, ഇപ്പോൾ ഉള്ള ശ്വാസം മുട്ടും കൂടെ വെച്ചിട്ട് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശ നിർണയ പരീക്ഷ, PFT എന്ന് പറയും. അത് ചെയ്തിട്ട് എത്ര ശതമാനം ശ്വാസമുട്ടുണ്ട് എന്ന് നോക്കിയിട്ട്
അതിൻ്റേതായ രീതിയിൽ ഡേ ടൈമിൽ ഇൻഹേലേഴ്സ് എടുക്കുക, ഡേ ടൈമിൽ അധികമായിട്ട് ഉറങ്ങാതിരിക്കുക, മാക്സിമം ഡേ ടൈമിൽ ഒട്ടും ഉറങ്ങാതെ രാത്രി നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഇൻഹേലർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. പിന്നെ ഒരു സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് ചേട്ടാ, വളരെ ചെറിയൊരു സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്. രാത്രി കിടക്കുമ്പോൾ എത്ര ശതമാനം ശ്വാസം മുട്ടുന്നുണ്ട്, എത്ര അളവിൽ കൂർക്കം വലിക്കുന്നുണ്ട്, അതിലുപരിയായിട്ട് എത്ര നേരം ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്നൊക്കെ അറിയുന്നൊരു വളരെ ചെറിയ ടെസ്റ്റാണ് സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയാം. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായൊരു ധാരണ വരും എന്തുകൊണ്ടാണ് ഏട്ടന് ശ്വാസം മുട്ട് വരാനുള്ള ചാൻസ്. രാത്രി മാത്രമേ ഉള്ളൂ, 24 മണിക്കൂർ രാവിലെയും രാത്രിയുമുള്ള ശ്വാസം മുട്ട് സെയിം ആണോ, രാത്രി വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ശ്വാസം മുട്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ കഴിയും. താങ്ക് യു സാർ, വളരെ ഉപകാരമായിട്ട് പറഞ്ഞതിന്. ഓക്കെ ചേട്ടാ, അപ്പോൾ എന്തായാലും സന്തോഷം വിളിച്ചതിൽ. അപ്പോൾ പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഡോക്ടർ, നമ്മുടെ കേശവൻ ചേട്ടൻ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ശ്വാസകോശത്തിൻ്റെ പ്രശ്നം പറഞ്ഞു, അതുപോലെ തന്നെ പുകവലിക്കുന്ന കാര്യം പറഞ്ഞു, ഭാരത്തിൻ്റെ കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ പ്രധാന കാരണം? നമുക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ വരാം. ഈ മെലിഞ്ഞിരിക്കുന്നവർക്ക് കൂർക്കം വലി വരാറില്ല, അധികമായിട്ട് കുറച്ച് വെയിറ്റ് ഉള്ളവർക്ക് മാത്രമേ. അങ്ങനെയല്ല. യൂഷ്വലി നമ്മുടെ മുഖത്തിന്റെ ഘടനയും കുട്ടികളുടെ മൂക്കിന്റെ ബാക്കിലുള്ള ചില ഗ്രന്ഥികൾ, അഡിനോയിഡ് എന്നൊക്കെ പറയുന്ന ഗ്രന്ഥികളുടെ വളർച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രായമാകുമ്പോൾ ചുരുങ്ങിപ്പോകേണ്ടതാണ്. അത് ചുരുങ്ങിപ്പോകാതെ ഇരിക്കുക ആ ഒരു സാഹചര്യത്തിലൊക്കെ യൂഷ്വലി കുട്ടികളിലും സ്നോറിങ് വരാം. പക്ഷെ അതൊരു ടെമ്പററി കോസാണ്. നമ്മൾ അതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ട്രീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ സ്നോറിങ് മാറുന്നതാണ്. ഈ വലിയൂരിൽ വരുന്ന സമയത്തും ഇതൊക്കെ ഫാക്ടേഴ്സാണ്. വലിയൂരിലുണ്ടാവുന്ന അഡിനോയിഡ്, അല്ലെങ്കിൽ കഴുത്തിന് ചുറ്റുമുള്ള തടിപ്പ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സ്നോറിങ് റീസൺസ് ആവാറുണ്ട്. തിരികെ നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട് ഡോക്ടർ. ഹലോ നമസ്കാരം. ഹലോ ചേട്ടാ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. ഹലോ പറഞ്ഞോളൂ. ചേട്ടാ, കുറച്ചുകൂടെ റേഞ്ചുള്ള സ്ഥലത്തോടെ നിൽക്കാമോ? റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണേ. ഓക്കെ, കുറച്ചുകൂടെ സൗണ്ടിൽ സംസാരിക്കണേ. ഹലോ ചേട്ടാ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? അതെ. പിന്നെ എനിക്ക് ഓഫാക്കണേ. പറഞ്ഞോളൂ ചേട്ടാ. ഉറങ്ങാൻ കിടക്കുമ്പം ഉറങ്ങും, പക്ഷേ കൂർക്കമ്പലി വളരെ കൂടുതലാണ്. അതുപോലെ വായിൽ അങ്ങ് ഭയങ്കര തുപ്പലും. രാവിലെ എണീക്കുമ്പോൾ വാ കുറച്ച് ഡ്രൈ ആവുന്നുണ്ട്. അതെ അതെ അതെ. രാവിലെ എണീക്കുമ്പോൾ തലവേദനയൊക്കെ ഉണ്ടോ ചേട്ടാ? തലവേദനയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. രാവിലെ ഉറക്കം തോന്നുന്നുണ്ടോ? ഉറക്കം തോന്നുന്നു. അതെ അതെ. എല്ലാത്തിനോടൊരു താല്പര്യമല്ലേ? താല്പര്യമില്ല. പ്രായം ഒന്ന് പറയാമോ? പ്രായം 68 വയസ്സ് കഴിഞ്ഞു. വെയിറ്റും കൂടെ ഒന്ന് പറയോ? വെയിറ്റ് 54 കിലോ. ഷുഗർ പ്രഷറൊക്കെ ഉണ്ടോ? ഷുഗർ പ്രഷറൊക്കെ ഉണ്ടോ ചേട്ടാ? ഷുഗറും പ്രഷറും ഒന്നുമില്ല. ഷുഗറും പ്രഷർ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ അതൊക്കെ നോർമലാ. ചെക്ക് ചെയ്തിട്ടുണ്ട്. ശരി ശരി ശരി. എങ്ങനെയാ, കുറച്ച് തടിച്ചൊക്കെ ഇരിക്കുകയാണോ? അല്ല. എത്ര നാളുകൊണ്ട് ചേട്ടൻ ഇത് നോട്ടീസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കൂർക്കം വലി ഉണ്ടെന്ന് രാത്രി? 2 കൊല്ലം കൊണ്ട്. 2 കൊല്ലം കൊണ്ട്. ഓക്കെ. വണ്ണം കൂടുന്നതായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല. വണ്ണം കൂടുന്നതായിട്ടും തോന്നുന്നില്ല. ചേട്ടാ, എനിക്ക് 78 കിലോ ഉണ്ടായിരുന്നു. ഇപ്പൊ 53 കിലോയേ ഉള്ളൂ. ഇത്രത്തോളം വെയിറ്റ് കുറയാനുള്ളൊരു കാരണം ഒന്നുമില്ല. ഇങ്ങനെ വീട്ടിന്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ ചേട്ടാ, ഇങ്ങനെ യൂഷ്വലി കൂർക്കം വലി ഇങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊക്കെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം കണ്ടുപിടിക്കണം. ഭാര്യ പോലും ഉപേക്ഷിച്ച് അത് പോകും. മനസ്സിലായി ചേട്ടാ. അതാണ് ചില ദിവസങ്ങൾ. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ചേട്ടാ, പെട്ടെന്ന് ഒരാൾക്ക് കൂർക്കം വലി വരുന്നു അല്ലെങ്കിൽ വെയിറ്റ് കുറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യമേ ബേസിക്കലി കണ്ടുപിടിക്കേണ്ടത്. അതിൽ മെയിനായിട്ട് വരുന്നത് തൈറോയിഡ്, നമുക്ക് ഡയബറ്റിസ്, ഷുഗർ, പ്രഷർ ഉണ്ടോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് മൂന്നും നോർമൽ ലെവൽസിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ENT ഡോക്ടറിനെ സമീപിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും രീതിയിൽ മൂക്കിൽ നിന്ന് ശ്വാസനാളത്തിലേക്ക് ഏതെങ്കിലും രീതിയിൽ തടസ്സം ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം അലർജി ഉണ്ട്.
അലർജി ഉണ്ട്, അലർജിയുടെ ഗുളിക കഴിക്കുന്നു. ശ്വാസം മുട്ട് വരാറുണ്ടോ? ശ്വാസം മുട്ടും ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കേട്ടോ, അപ്പം ഈ മൂക്കിലെ എന്തെങ്കിലും ദശയുടെ വളർച്ചയോ അല്ലെന്നുണ്ടെങ്കിൽ മൂക്കിലെ സെക്രീഷൻസ് കഫം പോലെ എന്തെങ്കിലും വന്ന് നിൽക്കുന്നതൊക്കെ റീസൺ ആവാം. അപ്പം അപ്പർ എയർവേ ഇവാലുവേഷൻ. തൊണ്ടയില് കഫം വന്ന് നിൽക്കും. അതെ, അപ്പം ഇതൊരു ENT ശക്തിയായിട്ട് 95 കഫം വെച്ചത്. അതെ, മനസ്സിലായി. അപ്പോൾ ഒരു ENTയുടെ ഇവാലുവേഷൻ, അതായത് മൂക്ക് തൊട്ട് ശ്വാസനാളം വരെയുള്ള ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ചെറിയ രീതിയിൽ തടസ്സങ്ങളുണ്ടോ എന്ന് നോക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്ലീപ്പ് സ്റ്റഡി, ചേട്ടാ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എത്ര ശതമാനം ഓക്സിജൻ്റെ അളവുണ്ട്, എത്രത്തോളം കൂർക്കം വലിക്കുന്നുണ്ടെന്നുള്ളൊരു ടെസ്റ്റ് ഉണ്ട്. അതൊരു കിടന്നുറങ്ങുമ്പോൾ ചെയ്യുന്ന ടെസ്റ്റാണ്. അത് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റും. എത്ര ശതമാനം ചേട്ടൻ കൂർക്കം വലിക്കുന്നുണ്ട്, ഇത് മാറ്റാൻ വരുന്നൊരു കൂർക്കം വലിയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കേട്ടോ? നമുക്ക് മറ്റൊരു കോൾ കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം മേഡം, ഞാൻ പറഞ്ഞോളൂ. സോഫിയ മൈനാട്. എന്റെ മോള് രാത്രി ആവുമ്പത്തേക്ക് അവൾക്ക് ഭയങ്കര മൂക്കടപ്പാ. അപ്പൊ വാ തുറന്നോണ്ട് അവള് ശ്വാസം വിടുന്നു. അതെ അതെ. അപ്പൊ ഒരു 10 മണി കഴിയുമ്പോ അവള് കൂർക്കം വലിക്കും ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് തട്ടുമ്പോ ഉണർന്നിട്ട് ഒന്നുമില്ല, അവർ പിന്നെയും കിടന്ന് ഒരു 5 മിനിറ്റ് കഴിയും പിന്നെയും അതേ പഴയ കണക്ക് വായിക്കൂടെ ശ്വാസം വിടുന്നു. പ്രായം ഒന്ന് പറയാമോ? 14 വയസ്സ് മോക്ക്. 14 വയസ്സ്. തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? തുമ്മലുണ്ട്, അലർജി. 8 മണി വരെ ഭയങ്കര തുമ്മലും ചുമയൊക്കെ, പിന്നെ ഒന്നുമില്ല. കണ്ണ് ചൊറിച്ചിലോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? കണ്ണ് ചൊറിച്ചിലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? കാഴ്ചക്കുറവുണ്ട് അവക്ക്. അല്ല, കണ്ണ് ചൊറിച്ചിലോ ഇല്ല, ചൊറിച്ചിലൊന്നും ഇല്ല. ഓക്കെ, ഇതിപ്പോ എത്ര നാളുകൊണ്ട് ഈ ബുദ്ധിമുട്ടുള്ളത്? ഈ കൊച്ചിലും മുതലേ അലർജി ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഡിസ്ട്രിക്റ്റിൽ മരുന്ന് വാങ്ങിച്ച് കൊടുത്തോണ്ടിരുന്നേ. പിന്നെ കൊറോണയ്ക്ക് ശേഷം അങ്ങോട്ട് പോത്തില്ലായിരുന്നു. കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ തണുപ്പ് തുടങ്ങി, പിന്നെ സാറേ അതൊക്കെ തുടങ്ങി. അമിതമായിട്ട് മധുരമൊക്കെ കഴിക്കോ? മധുരം വീട്ടിൽ വെക്കുന്ന ആഹാരം അല്ല, പുറത്തേക്കൊന്നും കഴിക്കുന്ന പതിവില്ല. ആൾക്ക് എങ്ങനെ ഇച്ചിരി തടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? 70 കിലോ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്നലെ നോക്കിയപ്പോ 55 ഉള്ളൂ. 55 ഉള്ളൂ. ഓക്കെ, വെയിറ്റ് ഇച്ചിരി കൂടുതലാണല്ലേ? 55 കിലോ. 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. യൂഷ്വലി കുട്ടികൾക്ക് നമുക്ക് ഈ കൂർക്കം വലി അല്ലെങ്കിൽ വാ തുറന്ന് വെച്ച് ഉറങ്ങുക എന്നുള്ളൊരു മെയിൻ റീസൺ നമ്മൾ പറയപ്പെടുന്നത് ഈ മൂക്കിൻ്റെ ബാക്കിൽ ഒരു ചെറിയ ഗ്രന്ഥി, നമുക്ക് അഡിനോയിഡ് എന്ന് പറയുന്നൊരു ഗ്രന്ഥി എല്ലാവരിലും ഉള്ളതാണ്. പക്ഷെ അത് ചില സമയത്ത് ഇത് കുട്ടികളിലൊരു 9 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ ചുരുങ്ങി ചെറുതായി പോകണം. പക്ഷേ ചിലരിൽ ഇത് പോകാതെ തന്നെ നിൽക്കും. അത് മെയിൻ റീസൺ പോകാതെ നിൽക്കുന്നത് ഒന്ന് അവർ അലർജി കൊണ്ട് തന്നെയായിരിക്കും. അപ്പം കുട്ടിക്ക് ചുറ്റുപാടിൽ നിന്നുള്ള ചിലപ്പോൾ ചോക്കിൻ്റെ അലർജി അല്ലെങ്കിൽ മൃഗങ്ങളുടെ അലർജി, പൂപ്പൊടിയുടെ അലർജി, ഇതുകൊണ്ട് ഇതിങ്ങനെ വലുതായി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ പുള്ളിക്കാരി മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുമ്പോൾ മൂക്കിൽ കൂടെ കയറാനുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് വായി തുറന്നു വെച്ച് ശ്വാസം എടുക്കുന്നത്. അപ്പം ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഒരു ENT ഡോക്ടറിനെ കാണിച്ചിട്ട് നേസൽ എൻഡോസ്കോപ്പി എന്ന് പറയുന്നൊരു വളരെ ചെറിയ ടെസ്റ്റ് ഉണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് മൂക്കിനകത്ത് ഈ പാസേജ്, മൂക്കിൻ്റെ ഘടനയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ ദശ പോലെ എന്തെങ്കിലും വളർച്ചയുണ്ടോ അല്ലെങ്കിൽ ഈ അഡിനോയിഡ് എന്ന് പറയുന്ന ഗ്രന്ഥി അത് വീങ്ങി നിൽക്കുകയാണോ നമുക്ക് അറിയാൻ പറ്റും. ഇത് ചെയ്താൽ മാത്രം. ഇടയ്ക്കൊന്ന് അവളുടെ മൂക്കൊന്ന് രണ്ടുപേരുടെ അടി കൂടി ചെറുതായിട്ടൊന്ന് തട്ടി മുറിഞ്ഞായിരുന്നു. അപ്പൊ അതിനുശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് തോന്നുന്നു. കുറച്ച് നാളായി. അതൊരു കാരണമായിട്ട് തോന്നുന്നില്ല. അത് ചിലപ്പോൾ ഈ തുമ്മലെങ്ങനെ കൂടാനുള്ള കാരണമല്ലാതെ ഈ കൂർക്കം വലിയായിട്ടൊരു ബന്ധമില്ല. യൂഷ്വലി പാലത്തിൻ്റെ വളവ് അല്ലെങ്കിൽ ഈ ദശ അല്ലെങ്കിൽ അഡിനോയിഡ് എന്ന് പറയുന്നതിൻ്റെ വളർച്ച ഉണ്ടെങ്കിലാണ് യൂഷ്വലി സംഭവിക്കുക. ജസ്റ്റ് ഒരു ENTനെ അത് ഉണ്ടെങ്കിൽ തന്നെയും ചെറിയ തോതിൽ ഈ നേസൽ സ്പ്രേകൾ കിട്ടും, മൂക്കിലടിക്കുന്ന സ്പ്രേകൾ. അതൊരു റെഗുലർ കോഴ്സായിട്ട് ഒരു 21 ദിവസം അല്ലെങ്കിൽ 40 ദിവസം എടുക്കുമ്പോഴത്തേക്കും അത് ചുരുങ്ങി ഈ ബുദ്ധിമുട്ട് മാറുന്നതായിരിക്കും. ഓക്കെ ചേച്ചി, അപ്പോൾ എന്തായാലും സന്തോഷം വിളിച്ചതിൽ. അപ്പോൾ ഡോക്ടർ, ഈ കുട്ടികളിൽ വളരെ സങ്കീർണമാണോ ഈ ഒരു കൂർക്കം വലി എന്ന് പറയുന്നത്? കുട്ടികളിലെ കൂർക്കം വലിയെ പറ്റി പറയുമ്പോൾ മിക്കപ്പോഴും ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സായിരിക്കും. അപ്പോൾ മിക്കപ്പോഴും ഇതൊരു 4 വയസ്സിന് ശേഷമൊക്കെ ആയിരിക്കും അവർക്കിത് റിപ്പോർട്ട് ചെയ്യുക. കൂർക്കം വലിയേക്കാളും കൂടുതൽ കുട്ടികളിൽ ഇത് കാണപ്പെടുന്നത് വാ തുറന്ന് വെച്ച് ഉറങ്ങാന്നുള്ളതായിരിക്കും. പിന്നെ അവർക്ക് ചിലപ്പോൾ ഒന്ന് യാത്ര ചെയ്തിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പനിയുടെ ഒരു ലക്ഷണം വരുന്ന സാഹചര്യങ്ങളിൽ നല്ല രീതിയിൽ മൂക്കടയുന്ന സമയത്ത് കൂർക്കം വലിക്കുക. യൂഷ്വലി അത് നമുക്കൊരു കറക്റ്റബിൾ കോഴ്സായിരിക്കും. ചിലപ്പോൾ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്കിൻ്റെ കൂടെ മൂക്കിലടിക്കുന്ന സ്പ്രേ ഒക്കെ ചെയ്യാം. പക്ഷേ ഇതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ അഡിനോയിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ദശയുടെ വളർച്ചയുണ്ടോ എന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. നേസൽ എൻഡോസ്കോപ്പി പോലുള്ള ചെറിയ പ്രൊസീജിയറാണ്. അതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മൂക്കിനകത്ത് എത്ര സ്പേസ് ഉണ്ട്, പാലത്തിന് വളവുണ്ടോ, സൈനസൈറ്റിസോ അഡിനോയിഡോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് കൊണ്ടാണോ ഇത് വരുന്നത് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഡോക്ടർ, കുട്ടികളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ മുതിർന്നവർ നന്നായിട്ട് കൂർക്കം വലിച്ചുറങ്ങി നല്ല ഉറക്കമാണ് കിട്ടിയത് എന്ന് പറയുന്നത് നല്ലതാണോ?
ഇല്ല, അത് ഒരു കറക്റ്റായ പ്രവണതയല്ല. കാര്യം നമ്മുടെ സ്റ്റേജസ് ഓഫ് സ്ലീപ്പിൽ ഈ 4th സ്റ്റേജ് മിക്കപ്പോഴും ഈ കൂർക്കം വലിച്ചു കൊണ്ടുവരുന്നവർ ഇടയ്ക്ക് ഞെട്ടി എണീക്കുകയും ഇവരുടെ ശരീരത്തിലുള്ള ഓക്സിജന്റെ അളവ് അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പം യൂഷ്വലി ഒരു 2nd സ്റ്റേജ് ഓഫ് സ്ലീപ്പ് ഒക്കെ ആകുമ്പോൾ ഇവർ ഞെട്ടി എണീക്കും. കാര്യം ഈ കൂർക്കം വലിച്ച് ഉറങ്ങുന്നവർ നല്ല രീതിയിൽ ഉറങ്ങാത്തത് കൊണ്ടാണ് നെക്സ്റ്റ് ഡേ ഇവർക്ക് അമിതമായിട്ടുള്ള ക്ഷീണം, രാവിലെ തലവേദന, അല്ലെങ്കിൽ ഡേ ടൈം കിടന്ന് ഉറങ്ങുക, കാറിൽ കൂടെ യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉറക്കം തൂങ്ങുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ഇങ്ങനൊരു ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരിക്കലും കൂർക്കം വലി കൂടുന്നതനുസരിച്ച് ഉറക്കം നല്ലതാണെന്നൊരു അർത്ഥമില്ല. അതെ. അതുപോലെ തന്നെ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് പൊതുവായിട്ട് വരുന്നത്? ഓക്കെ, ഇതിനകത്ത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് കൊണ്ടാണ് നമുക്ക് ഈ കൂർക്കം വലി വരുന്നത്. ചിലപ്പം നമുക്കുണ്ടാകുന്ന അമിതവണ്ണമാകാം. വളരെ ചെറിയ കേസിൽ മാത്രമേ അമിതവണ്ണം, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം അമിതവണ്ണമുള്ളവർക്ക് മാത്രമേ കൂർക്കം വലി വരുള്ളൂ, സ്കെൽറ്റായിട്ടുള്ളവർക്ക് വരില്ല, പ്രായം കൊണ്ട്, അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. ഇപ്പം സ്കെൽറ്റ ഒരാൾക്കും തൈറോയിഡിൻ്റെ ഇഷ്യൂ അല്ലെന്നുണ്ടെങ്കിൽ ഈ അഡിനോയിഡ് അല്ലെങ്കിൽ ശ്വാസനാളത്തിൽ എന്തെങ്കിലും വളവുകളോ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവുകളൊക്കെ കൂർക്കം വലിക്ക് കാരണമാക്കാം. ഇപ്പം ബേസിക്കലി ഈ കുറച്ച് ഈ ഒരു കൂർക്കം വലി വന്നു കഴിഞ്ഞാൽ ഷുഗർ, ഡയബറ്റീസ് എന്ന് പറയും, പ്രഷർ, അതായത് ബ്ലഡ് പ്രഷർ, സിസ്റ്റമിക് ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ഹൃദ്രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നമ്മളിപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരാൾക്ക് കൂർക്കം വലി ഉണ്ടെന്നുണ്ടെങ്കിൽ പാരലി അവരെ ബ്ലഡ് ഷുഗർ ലെവൽസും പ്രഷർ എത്ര ഉണ്ട്, തൈറോയ്ഡ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് നമുക്ക് നോക്കണം. അതുപോലെ ഇങ്ങനൊരു അസുഖമുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കൂർക്കം വലി ഉണ്ടോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള അസുഖങ്ങളുണ്ടോ എന്ന് പാരലി ചെക്ക് ചെയ്യണം എന്നാണ് പറയപ്പെടുന്നത്. പൊതുവായിട്ട് എന്തെല്ലാം ടെസ്റ്റുകളാണ് ഇതിനുള്ളത്? ഫസ്റ്റ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ വരുന്നു, അദ്ദേഹം കൂർക്കം വലിയാണ് കംപ്ലൈൻറ്റ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അവരോട് ചോദിക്കുക അവർക്ക് ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, ഇതൊക്കെ കൺട്രോൾഡ് ആണോ എന്നുള്ളത്. മിക്കപ്പോഴും 2 റീസൺ കൊണ്ട്, ഈ കൂർക്കം വലി കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ കൊണ്ട് ഷുഗറിൻ്റെ ലെവൽസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കൂർക്കം വലിക്കുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ഇൻ്റർമിറ്റൻറ്റ് ഹൈപ്പോക്സിയ, അതായത് ഏകദേശം ചില സമയങ്ങളിലെങ്കിലും ഓക്സിജൻ്റെ അളവ് ശരീരത്തിൽ കുറയാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ സ്ലീപ്പ് ഫ്രാഗ്മെൻറ്റേഷൻ, ഇടയ്ക്കിടയ്ക്ക് ഉറക്കം ബ്രേക്ക് ആവുന്നു. ഈ 2 സാഹചര്യം കൊണ്ട് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്കാണ് നമ്മുടെ ബോഡി തള്ളുന്നത്. അതായത് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു, ഓക്സിജൻ്റെ വേറെ വകഭേദങ്ങൾ, ഇത് ശരീരത്തിലെ എല്ലാ ഭാഗത്തായിട്ട് പാങ്ക്രിയാസിൽ പോവുക, കോശങ്ങളിൽ പോവുക, എന്നിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചാലും അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷനിലേക്ക് എത്താം. ഈ സാഹചര്യത്തിൽ നമുക്ക് ഷുഗർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓൾറെഡി ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കൂടാനുള്ളൊരു ചാൻസ് ആണ്. സോ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഷുഗറിൻ്റെ ലെവൽസ് അസസ് ചെയ്യുക. ഈ HbA1c എന്ന് പറയുന്ന കഴിഞ്ഞ 3 മാസം ഷുഗറിൻ്റെ ആവറേജ് എടുക്കുക. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് പിന്നെ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ, നേസൽ എൻഡോസ്കോപ്പി, മൂക്കിലൂടെ ചെറിയ തോതിൽ ക്യാമറ പോലെ കടത്തി വിട്ടിട്ട് നമുക്ക് ആ മൂക്കിൻ്റെ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അതായത് ദശവളർച്ചയോ അല്ലെങ്കിൽ പാലത്തിന് വളവോ സൈനസൈറ്റിസോ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. പിന്നെ ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ്, അതായത് ഒരാൾക്ക് കൂർക്കം വലിയുണ്ട്, അതിൽ എത്ര ശതമാനം കൂർക്കം വലിക്കുന്നുണ്ട്, ഏതൊക്കെ രീതിയിലാണ് ഇവർ കിടന്ന് കൂർക്കം വലിക്കുന്നത്, ഏത് സൈഡിൽ കിടക്കുമ്പോഴാണ് കൂർക്കം വലിക്കുന്നത്, പിന്നെ കൂർക്കം വലിയോട് കൂടി ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നുണ്ടോ, എത്ര ശതമാനം വരെ കുറയുന്നുണ്ട്, നെഞ്ചിടിപ്പ് എത്രയാണ്, പിന്നെ ഏതൊക്കെ സ്റ്റേജ് ഓഫ് സ്ലീപ്പിൽ പോകുന്നുണ്ട്, ആക്ച്വലായി ഇവർ എത്ര മണിക്കൂർ ഉറങ്ങി, ഇങ്ങനെയൊക്കെ അറിയുന്ന ഒരു ടെസ്റ്റാണ് പോളിസോംനോഗ്രഫി എന്ന് പറയും. സ്ലീപ്പ് സ്റ്റഡി, എളുപ്പത്തിൽ പറയുന്നത് സ്ലീപ്പ് സ്റ്റഡി. സ്ലീപ്പ് സ്റ്റഡിക്ക് ഒരുപാട് വകഭേദമുണ്ട്, ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്, വീട്ടിൽ ചെയ്യുന്നതായിട്ടുള്ള സ്ലീപ്പ് സ്റ്റഡി. ഈ സ്ലീപ്പ് സ്റ്റഡിയിൽ നമുക്ക് ഒരാളെ കറക്റ്റ് സ്ലീപ്പ് പാറ്റേൺ, 6 മണിക്കൂർ ഉറങ്ങുന്ന ഒരു പ്രോപ്പർ സ്ലീപ്പ് പാറ്റേൺ മനസ്സിലാവുകയും എന്തുകൊണ്ടാണ് ഇവർക്കിത് വരുന്നതെന്ന് മനസ്സിലാവും. സോ അതാണ് ഇതിൻ്റെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ബേസിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. കൂർക്കം വലിയും മറ്റ് അസുഖങ്ങളുടെ ലക്ഷണമാണോ എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ഇതിനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ ഷെഫിൽ ഷെറഫാണ്. ഓക്കെ ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കൂർക്കം വലിയുടെ കുറേ പ്രശ്നങ്ങളും അതിൻ്റെ ടെസ്റ്റുകളെ കുറിച്ചാണ്. ഇതുപോലെ തന്നെ ആരും അങ്ങനെ ഗുരുതരമായിട്ട് ഈ ഒരു കൂർക്കം വലി എടുക്കാറില്ല. കൂർക്കം വലി എന്ന് പറയുന്നത് നിസ്സാരമാണ്, എല്ലാവർക്കും ഉണ്ട്, അത് നിസ്സാരമായിട്ട് അതായത് അത് അയ്യോ ഇവർക്ക് കൂർക്കം വലിയാണ്, ഇവരുടെ അടുത്ത് കിടക്കാൻ പറ്റില്ല, അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ചികിത്സ കൂടാതെ നമുക്ക് സ്വയമേ നിയന്ത്രിക്കാനായിട്ട് എന്തെങ്കിലും പറ്റുമോ? ഉറപ്പായിട്ടും പറഞ്ഞല്ലോ, ഇത് നമ്മൾ ആരും അവെയർ അല്ല ഇതിനെപ്പറ്റി. കാര്യം നമ്മൾ ഉറക്കത്തിലാണ് നമുക്ക് ഈ മിക്ക സംഭവങ്ങളും നടക്കുന്നത്. അപ്പം വേറൊരാൾ ബുദ്ധിമുട്ട് വന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഒരു കുട്ടി വരികയും ഈ കുട്ടിക്ക് സ്നോറിങ് ഉണ്ട്, കൂടെയുള്ള ഹോസ്റ്റലിലെ കുട്ടികൾ റിക്കറൻ്റ് ആയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നു, അതിലുപരിയായിട്ട് ക്ലാസ് ടൈമിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങുന്നു, ക്ലാസ്സിൽ ഉറങ്ങുന്ന സമയത്ത്
നല്ല രീതിയിൽ സ്നോർ ചെയ്ത് ടീച്ചേഴ്സ് നോട്ടീസ് ചെയ്ത് തുടങ്ങി. ആ ഒരു സ്റ്റേജിലാണ് കുട്ടി നമ്മുടെ അടുത്ത് ഈ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. ഇത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വെയിറ്റ് ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ ആണ് ഇതിൻ്റെ ഐഡിയൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് പറയുന്നത്. ശരിക്കും ബുക്കുകൾ പറയുന്നത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് സ്ലീപ്പ് മെഡിസിൻ പറയുന്നത് 1% വെയിറ്റ് കുറച്ചാൽ ഏകദേശം നമുക്ക് 3 to 4% കൂർക്കം വലി അല്ലെന്നുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാവുന്നതാണ്. ജസ്റ്റ് 1% വെയിറ്റ് കുറച്ചപ്പോൾ. പിന്നെ നമുക്ക് മോഡിഫയബിൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന പോലെ ഷുഗർ, പ്രഷർ, വെയിറ്റ് കുറയ്ക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെയുള്ള നമുക്ക് എന്തെങ്കിലും ഉണ്ടാകുന്ന അസുഖങ്ങൾ, തൈറോയിഡ് അല്ലെങ്കിൽ പ്രഷർ, ഷുഗർ, ഇതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോപ്പർ കൺട്രോൾ ഇത് വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പം നമുക്ക് ഒരുപാട് ഷുഗർ കൂടുതലാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഈ കൂർക്കം വലി അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളെ കുറയ്ക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന പാറ്റേൺ, സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയും. അതായത് എത്ര സമയം നമ്മൾ കിടക്കുന്നു, എത്ര സമയം നമ്മൾ ബെഡിൽ ചിലവഴിക്കുന്നു. അതിലുപരിയായിട്ട് ഇപ്പോൾ നമ്മൾ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ടാബ്ലറ്റ് ഉറങ്ങാൻ വേണ്ടി ടാബ്ലറ്റ് എടുക്കുന്നവരാണെങ്കിൽ ഈ മദ്യപാനം, പുകവലി ഉറങ്ങാൻ വേണ്ടിയുള്ളത് നമ്മുടെ സ്ലീപ്പിനെ കൂട്ടുകയും സ്നോറിങ്ങും അന്ന് ആ സമയത്തുണ്ടാകുന്ന ശ്വാസമുട്ടുകൾ കൂട്ടാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. ഒരു പ്രോപ്പർ സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, കറക്റ്റ് സമയത്ത് കിടക്കുക എല്ലാ ദിവസവും. ആ സമയത്ത് ഈ കോഫി, ആൽക്കഹോൾ, സ്മോക്കിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. മാക്സിമം ടൈം ബെഡിൽ റിലാക്സ് ചെയ്യുക. പിന്നെ ചെറിയ തോതിൽ നല്ല കൂർക്കം വലിക്കുള്ള ഒരു ചെറിയ പൊടിക്കൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തോതിൽ തല പൊക്കി വെച്ച്, ഇപ്പം തലയ്ക്ക് പൊക്കി വെക്കാൻ വരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ, കഴുത്തിനൊന്നും പ്രശ്നമില്ലാത്തവരാണെങ്കിൽ ഒരു ചെറിയ തോതിൽ ഒരു 20% അല്ലെങ്കിൽ 30 ഡിഗ്രിയിലോളം തല പൊക്കി വെച്ച് ഒരു സൈഡിലേക്ക് സ്ലാൻഡ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 20-25% കൂടുതൽ നമുക്ക് സ്നോറിങ് കുറയ്ക്കാമെന്ന് ബുക്കുകളും പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. പിന്നുള്ള മെത്തേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ENT കണ്ടിട്ട് ചെറിയ തോതിലുള്ള സൈനസൈറ്റിസോ മൂക്കടപ്പോ കാര്യങ്ങളോ ആണെങ്കിൽ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതും വെച്ചുകൊണ്ടിരുന്ന ഈ ബുദ്ധിമുട്ടുകൾ കൂട്ടി അത് മറ്റുള്ള അസുഖങ്ങളിലേക്ക് വഴിതിരിക്കാതിരിക്കുക. ഈ മദ്യപിക്കുന്നവരുടെ കാര്യം പറഞ്ഞിരുന്നു. മദ്യപാനം, പുകവലിയുള്ളവർക്ക് പ്രധാനമായിട്ട് ഈ ഒരു കൂർക്കം വലി ഉണ്ടെന്ന് പറയുന്നത് കറക്റ്റാണോ? അതുപോലെ തന്നെ ഇത് നിർത്തിയ ഈ ശീലങ്ങൾ നിർത്തിയാൽ കൂർക്കം വലി നിൽക്കും? നല്ലൊരു ശതമാനം. അതായത് ഇപ്പോൾ ഇവർ അമിതമായിട്ട് മദ്യപിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവരെ സ്ലീപ്പ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ ഇവർ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും. പക്ഷേ ഇവരുടെ ബോഡിയുടെ റെസ്പോൺസസും അല്ലെങ്കിൽ മസിലിൻ്റെ ഒരു സ്ട്രെങ്ത്തും ഭയങ്കര കുറവായിരിക്കും. ആ സാഹചര്യങ്ങളിൽ ഇവർ കഴുത്തിലും ചുറ്റുമുള്ള മസിൽസ് ഒക്കെ കൂടുതലായിട്ട് കൺട്രാക്ട് ചെയ്തിട്ട് ഇവർക്ക് നല്ല രീതിയിൽ ഒരു വെപ്രാളം പോലെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും ഇവർ റിയലൈസ് ചെയ്യാതെ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ സാധാരണ കൂർക്കം വലി ഉള്ള ഒരാൾക്ക് ഉറക്കത്തിൽ 10-12% ഓക്സിജൻ്റെ അളവ് കുറയുന്നെങ്കിൽ അമിതമായി മദ്യപിച്ച് കിടക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സെഡേറ്റീവ്സ് എടുത്തിട്ട് കിടക്കുന്ന ഒരാൾക്ക് അത് 20-25% കൂടാമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് BP കൂടുതലായിരിക്കും, നെഞ്ചിടിപ്പ് കൂടുതലായിരിക്കും. ഇത് പെർസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് മറ്റ് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വരാനോ അല്ലെന്നുണ്ടെങ്കിൽ കാലാകാലമായിട്ടുള്ള BP പോലുള്ള അസുഖങ്ങൾ വരാനോ ഒക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, വലിയ രീതിയിൽ കൂർക്കം വലിയുടെ ശബ്ദം അതിന് ഉയർന്നു പോകും, പെട്ടെന്ന് അത് നിലച്ച് പെട്ടെന്നൊരു ഷോക്കായിരിക്കും. അടുത്ത് കിടക്കുന്നവർക്ക് തന്നെ എന്ത് സംഭവിച്ചു എന്ന് ചിന്തിച്ചു പോകും. ഒരുപാട് നല്ലൊരു ഉറക്കത്തിലേക്ക് പോവുകയും പെട്ടെന്ന് ശ്വാസം നിലയ്ക്കുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. അത് ഗുരുതരമാണോ? ഉറപ്പായിട്ടും. അത് നമ്മുടെ ആ ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമുക്ക് അടുത്ത കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. നമസ്കാരം. ഡോക്ടറുണ്ട്, സംസാരിച്ചോളാം. നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ, എനിക്ക് 59-60 വയസ്സാകാൻ പോകുന്നു. എനിക്ക് അങ്ങ് ശ്വാസം മുട്ട് ഒരു 10-12 വർഷം മുതലേ ശ്വാസം മുട്ടുള്ളതാ എനിക്ക്. അതിന് ഗുളിക വലിച്ചോണ്ടിരിക്കുക. രാത്രി കിടക്കുമ്പോ ഒരെണ്ണം വലിച്ചോണ്ട് കിടക്കും. അല്ലാത്ത ഈ മിക്ക സമയമാകുമ്പം ചെറിയ ചുമയും തൊണ്ടയുടെ ഈ താടി ചൊറിച്ചിലും ഒക്കെ വരും. അന്നേരം പിന്നെ ഗുളിക ഒരെണ്ണം വലിക്കും, പെട്ടെന്ന് അങ്ങ് മാറും. എന്നാലും ചില സമയത്ത് എനിക്ക് ഒരു ശ്വാസം നിന്നു പോകുന്നത് പോലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് പിന്നെ പെട്ടെന്നതങ്ങ് മാറും, പക്ഷെ പെട്ടെന്നൊരു ശ്വാസം നിൽക്കുന്ന മാതിരിയുള്ള ഒരു തോന്നല് വരുന്നുണ്ട്. നെടുവീർപ്പ് പോലെ ഇങ്ങനെ എടുത്തു വിടേണ്ടതായിട്ടൊരു സാഹചര്യം വരുന്നുണ്ടല്ലേ? മാഡത്തിന് ഇത് രാത്രി മാത്രമാണോ, ഡേ ടൈമിൽ എല്ലാ സമയത്തും വരുന്നുണ്ടോ? അല്ല, അത് അല്ലാത്ത സമയത്താ, രാത്രിയിലല്ല, ഇതല്ലാത്ത സമയത്താ അങ്ങനെ വരുന്നത്. ചിലപ്പോ അങ്ങ് നിന്നു പോകുന്ന പോലെ ഒരു നെഞ്ചിനകത്തൊരു ബുദ്ധിമുട്ട് വരും. അത് പെട്ടെന്ന് അങ്ങ് മാറുകയും ചെയ്യുന്നു. ആയാസപ്പെടുന്ന സമയത്തൊക്കെയാണോ അതോ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോഴിങ്ങനെ ബുദ്ധിമുട്ട് വരാറുണ്ടോ? എന്തോ ഡോക്ടർ? ആയാസപ്പെടുന്ന സമയത്താണോ, നടക്കുമ്പോഴോ ആയാസപ്പെട്ട സ്റ്റെപ്പ്? അല്ല, ഞാനിവിടെ ഓടലിലെ പണിയാ. അന്നേരം പിന്നെ ജോലി ചെയ്തോണ്ട് നിൽക്കുന്ന സമയത്താ. പുകയടിക്കാറുണ്ടോ?
പെട്ടെന്നൊരു നിന്നു പോകുന്നതായിട്ടുള്ള തോന്നൽ വരും. അത് പടപടാന്ന് എനിക്ക് നെഞ്ചിനകത്തൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. അന്നേരം അത് പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും. ഇൻഹേലർ എടുത്തിട്ടാണോ മാറുന്നത്, അതിന് മുന്നേ തന്നെ മാറുന്നുണ്ടോ? അല്ല, അത് രാത്രിയിലാ വലിക്കുന്നത്. ഞാൻ അല്ലാതെ പകലൊന്നും വലിക്കത്തില്ല. അത് അല്ലാതെ നിൽക്കുമ്പോഴാ ഇതിങ്ങനെ വന്നിട്ടുള്ളത്. മനസ്സിലായി. ഇതിൽ ഈ പുകയടിക്കുന്നത് ഒരു ഒരു വലിയ റിസ്ക് ഫാക്ടറാണ്. നമുക്കിപ്പോൾ ശ്വാസം മുട്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി കൂടുതൽ പുക ശ്വാസകോശത്തിലേക്ക് ചെന്നാൽ ശ്വാസകോശം ചുരുങ്ങി റിയാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് ശ്വാസം മുട്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്നത് ഈ പൊടി വേസ്റ്റ് നമ്മൾ തൂക്കുന്ന സമയത്തുണ്ടാകുന്ന പൊടിപടലങ്ങൾ, അതുപോലെ തന്നെ പൊടിപടലങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് അങ്ങ് തുമ്മലുണ്ടാകും. തുമ്മലിന്റെ ഗുളിക മിക്കവാറും ഞാൻ എടുത്ത് കഴിക്കും. മൃഗങ്ങളുമായിട്ട് കോണ്ടാക്ട് വന്നാൽ പെറ്റ് എക്സ്പോഷർ അടുത്തൊരു റിസ്ക് ഫാക്ടർ. അപ്പോൾ പൊടി, പുക, മൃഗങ്ങൾ, പൂമ്പൊടി, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് റിസ്ക് ഫാക്ടേഴ്സ് വരുന്ന സമയത്തായിരിക്കും നമ്മുടെ ശ്വാസകോശം പെട്ടെന്ന് ഒരു റെസ്പോൺസ് കാണിച്ച് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ എന്ന് പറയും. ശ്വാസനാളങ്ങൾ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ചുരുങ്ങി നിൽക്കും. ഈ പൊടിപടലങ്ങളും പുകയൊന്നും ഉള്ളിലേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിലും നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഇത് ഏറ്റവും മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ വായും മൂക്കും നല്ല രീതിയിൽ ഒരു കർച്ചീഫോ നല്ല കട്ടിയുള്ള ഒരു തുണിയുടെ മാസ്ക് എന്തെങ്കിലും വെച്ച് കവർ ചെയ്യുക. അതുപോലെ തന്നെ അഥവാ ഇങ്ങനൊരു സാഹചര്യത്തിൽ പോയേ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ തൊട്ട് സമയത്തിന് മുന്നേ ഒരു ഡോസ് ഇൻഹേലർ എടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. പക്ഷേ കഴിവതും പരമാവധി പൊടിയും പുകയും ഒഴിവാക്കുക തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ട്രീറ്റ്മെൻറ്റ്. അല്ലാതെ നമ്മൾ എത്ര ഇൻഹേലർ വലിച്ചിട്ടും അതിനൊരു പൂർണ്ണമായിട്ടൊരു ഒരു ക്ലിയറൻസ് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ അമ്മ, അപ്പോൾ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ, നമ്മുടെ ആ ചോദ്യത്തിലേക്ക് കിടക്കാം. അതായത് ഉയർന്ന ശബ്ദത്തിലൂടെ നമ്മുടെ ഈ ഒരു കൂർക്കം വലി എത്തുമ്പോൾ ഗുരുതരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ശ്വാസം നിലച്ചതുപോലെ സംഭവിക്കാറുണ്ട്? ഇതിന് ബേസിക്കലി പറയുന്ന അപ്നിക് സ്പെൽസ് എന്നാണ്. അപ്നിക് സ്പെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കൂർക്കം വലി കൂടുകയും നമുക്ക് ഒരു സമയത്ത് ഏകദേശം അപ്നിയ എന്ന് പറയുമ്പോൾ ഏകദേശം 10 സെക്കൻഡോളം 10 സെക്കൻഡിൽ കൂടുതലോളം നമ്മൾ ശ്വാസം എടുക്കുന്നില്ല, ശ്വാസം നിലച്ചു പോകുന്നു. നമുക്കൊരു ഡേ ടൈം ഇത് സംഭവിക്കില്ല. ഡേ ടൈം 10 സെക്കൻഡോളം നമുക്ക് അങ്ങനെ ശ്വാസം നമ്മൾ മനഃപൂർവ്വം പിടിച്ചു വെക്കുന്ന അല്ലാതൊരു സാഹചര്യത്തിലേക്ക് പോകില്ല. അപ്പം ഈ അപ്റ്റിക് സ്പെൽസ് ഒന്നിലധികം പ്രാവശ്യം ഉണ്ടാകാം. അപ്പം ഈ സ്റ്റഡിയുടെ പ്രത്യേകത തന്നെ 1 മണിക്കൂർ ഇവർക്ക് എത്ര പ്രാവശ്യം ഇങ്ങനെ അപ്റ്റിക് സ്പെൽസ് ഉണ്ടായി, അതായത് 10 സെക്കൻഡ് വീതം എത്ര സമയത്ത്, അതിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ടും കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. കാര്യം ഈ 10 സെക്കൻഡ് നമ്മൾ ശ്വാസം എടുക്കുന്നില്ല, നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ കിട്ടുന്നില്ല എന്നുണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ നെഞ്ചിടിപ്പ് കൂടുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞതിന് ശേഷം ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകുന്നു. ഈ സമയത്ത് നെഞ്ചിടിപ്പ് കൂടുന്നു, BP കൂടുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഭാവിയിൽ നമുക്ക് ഷുഗറും പ്രഷറും ഉണ്ടാവും. പക്ഷേ ചിലർക്ക് ഓൾറെഡി ഹൃദയത്തിൻ്റെ താളം തെറ്റി അടിക്കുന്ന ഏട്രൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ ഓൾറെഡി അറ്റാക്ക് വന്നവർക്കൊക്കെ ഈ 10 സെക്കൻഡുള്ള ഓക്സിജൻ ഇല്ലായ്മ ചിലപ്പം ഒരു അറ്റാക്കും കൂടെ വരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഈ നെഞ്ചിടിപ്പ് താളം തെറ്റി ഇടിക്കാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. തീർച്ചയായും കൂർക്കം വലിയേക്കാളും കൂടുതൽ കൂർക്കം വലിച്ചിട്ട് ശ്വാസം നിലയ്ക്കുന്നത് ഒരു വളരെയധികം അത്യാവശ്യം അഡ്രസ്സ് ചെയ്യേണ്ട, അല്ലെങ്കിൽ പെട്ടെന്ന് കൊണ്ട് കാണിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. അതുപോലെ നമ്മൾ ഈ ശ്വാസകോശമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കൂർക്കം വലി റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്. എന്ത് ബന്ധമാണ് ഈ ശ്വാസകോശവും കൂർക്കം വലിയുമായി ഉള്ളത്? ഇതിൽ ബേസിക്കലി ശ്വാസനാളം, നമുക്ക് ശ്വാസകോശം എന്ന് പറയുമ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂക്കിൽ നിന്ന് തന്നെയാണ്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റും ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ മൂക്ക് അതിന്റെ ബാക്കിലൂടെയുള്ള പാസേജിലൂടെ ചെന്ന് തൊണ്ട വഴി താഴെ ചെല്ലുന്നു. ഇതാണ് പിന്നെ ഒരു ഏകദേശം 21 അറകളായി മാറുന്നു. ഇതാണ് നമ്മുടെ ശ്വാസകോശം, ശ്വാസനാളങ്ങൾ. അപ്പോൾ അപ്പർ എയർവേ, അതായത് മൂക്ക് തൊട്ട് മൂക്കിന്റെ ബാക്കിലുള്ള ദശ, സൈനസ്, അതിനകത്തുണ്ടാവുന്ന അല്ലെങ്കിൽ ഗ്രന്ഥി വളർച്ച, പിന്നെ തൊണ്ടയിലുള്ള ടോൺസില്, നാക്കിന്റെ കനം, നാക്ക് എവിടെ പൊസിഷൻ ചെയ്യുന്നു, നമ്മുടെ താടിയെല്ലിന്റെ വീതി, നീളം, കഴുത്തിന് ചുറ്റുമുള്ള തടിപ്പ് അല്ലെങ്കിൽ കൊഴുപ്പ്, പിന്നെ ചെറിയ കഴുത്തുള്ള ആൾക്കാര്, നീളമുള്ള, ഇതൊക്കെ ഫാക്ടേഴ്സ് തന്നെയാണ് സ്നോറിങ്ങിനും. ഇതിനകത്ത് എവിടെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, ശ്വാസനാളത്തിലൂടെ എയർ പോകുന്ന ഒരു അബ്രപ്റ്റ് സൗണ്ടാണ് ഈ സ്നോറിങ്. ഇതിന് എവിടെയൊക്കെ തടസ്സം വരുന്നു അതിനൊക്കെ കൂർക്കം വലി കൂടും. കൂർക്കം വലി കൂടുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങോട്ട് പോകുന്ന എയറും തിരിച്ച് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന എയറിനകത്തൊക്കെ ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474231111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ കൂർക്കം വലി മറ്റ് രോഗങ്ങളുടെ ലക്ഷണമാണോ എന്നാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ, നമുക്കിപ്പോൾ ഈ ഒരു കൂർക്കം വലി പാരമ്പര്യമായിട്ട് സംഭവിക്കാറുണ്ടോ? കൂർക്കം വലി പാരമ്പര്യമായിട്ട് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിപ്പം ഷുഗർ പാരമ്പര്യമായി ചിലർക്ക് ഇപ്പോൾ അച്ഛനും അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വരുന്നത് പോലെ അവർക്ക് അങ്ങനെയുള്ള അസുഖങ്ങൾ വരികയാണ്. അല്ലെന്നുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് ഫാമിലിയിൽ എല്ലാവരും നല്ലപോലെ തടിച്ചിരിക്കുന്നവരാണ്, അവർക്ക് എല്ലാവർക്കും വെയിറ്റ് ഗെയിൻ ഉള്ള ആൾക്കാരാണ്.
ഫാമിലിയിൽ ആർക്കെങ്കിലും അഡിനോയിഡിന്റെ ഹിസ്റ്ററി ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ മൂക്കിന് പാലത്തിന് വളവുള്ള ആൾക്കാരാണ്, അപ്പം ഇങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് സ്നോറിങ് കാണാൻ പറ്റും. സോ ബേസിക്കലി ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് പാരമ്പര്യമായി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൂർക്കം വലി നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടും. അതുപോലെ അമിതമായി ഭക്ഷണം കഴിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു ഉറക്കത്തിലേക്ക് പോയി കഴിയുമ്പോൾ വല്ലാണ്ട് കൂർക്കം വലിക്കുന്നത്. ഈ ഒരു ഭക്ഷണവുമായിട്ട്, അമിത ഭക്ഷണവും കൂർക്കം വലിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡെഫിനറ്റ് റിലേഷൻ ഇല്ല. ഇതിനകത്ത് യൂഷ്വലി സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഗ്യാസ്ട്രിക് ഡിസ്റ്റൻഷൻ, അതായത് വയറിൻ്റെ ഭാഗങ്ങൾ ജസ്റ്റ് നമുക്ക് നോർമലി തന്നെ ഒരു പരിധി കൂടുതൽ നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ശ്വാസം മുട്ട്, ചിലപ്പോൾ നമുക്ക് ശ്വാസം മുട്ട് ഫീൽ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നിർത്തുന്നത് തന്നെ. വയറ് നിറഞ്ഞ് എനിക്കിനി അനങ്ങാൻ വയ്യ, അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നൊരു കണ്ടീഷൻ. ആ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മൾ സ്ലീപ്പിലേക്ക് പോവുകയാണെങ്കിൽ, ഉറങ്ങും കൂടെ ചെയ്യുകയാണെങ്കിൽ, ചില സ്നോറിങ് ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ലങ് എക്സ്പാൻഷനുള്ള ഏരിയ വളരെ അധികം കുറവായിരിക്കും. ആ സമയത്ത് നമുക്കൊരു ശ്വാസം മുട്ട് പതിവിലും കൂടുതലായിട്ട് കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. നമസ്കാരം മോളെ. അമ്മ ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാ വിളിക്കുന്നേ. ആദ്യമായിട്ടാണല്ലേ? ഓക്കെ. വിഷയം കേട്ടായിരുന്നോ? വിഷയം കേട്ട് എന്റെ പൊന്ന് മോനെ, എന്റെ പൊന്ന് സാറാ, എന്റെ പൊന്ന്. എനിക്ക് ഒരു ദിവസം ഞാൻ ഉപാസന ഡോക്ടറെ കണ്ട് 2 വട്ടം. എനിക്ക് ഇതുപോലെ അലർജിയും ശ്വാസം മുട്ടും. സുമതിയമ്മ, എന്റെ പൊന്ന് സാറാ, എന്റെ പൊന്ന് സാറ്. ഇനി എനിക്ക് എവിടെങ്കിലും 3-ാം കുറ്റി പോവാനിരിക്കുക. ഓക്കെ അമ്മ, ഡോക്ടറിനോട് സംസാരിക്കാനുണ്ടോ എന്തെങ്കിലും? ഉണ്ട്. സംസാരിച്ചോളൂ അമ്മ. റേഡിയോയുടെ അടുത്ത് അല്പം മാറി നിൽക്കാമോ? സംസാരിച്ചോളൂ. ഹലോ അമ്മ, നമസ്കാരം അമ്മ, പറഞ്ഞോളൂ അമ്മ. ഞാന് അവിടെ വന്ന് എനിക്ക് അലർജിയുടെ മരുന്ന് തന്ന് ഒരുപാട് സുഖമായി മോനെ. ഒരുപാട് സന്തോഷം. ഇപ്പൊ അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നോ? ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട് മോനെ. എന്നാലും മോൻ കുറിച്ച് തന്ന മരുന്ന് 2 വട്ടം എടുത്ത് കഴിച്ച്. അങ്ങനെ വലിയ വിഷമമില്ല. എന്നാലും മോനെ എവിടെ വന്ന് കാണുമെന്നുള്ളതാ ഞാനും മോളും ആലോചിക്കുന്നത്. ഇപ്പൊ കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലുണ്ട് കേട്ടോ. ഇപ്പൊ മെഡിട്രീന ഹോസ്പിറ്റലാണ്. അമ്മ വന്നാ മതി കാണാം കേട്ടോ. ഒരുപാട് സന്തോഷം അമ്മ വിളിച്ചതില്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഉറപ്പായിട്ടും. ഓക്കെ ഡോക്ടർ, നമുക്ക് മറ്റൊരു കോൾ കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ, എനിക്ക് തോന്നുന്നു ആ കോള്. ഓക്കെ. ഹലോ. കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. വിഷയം കൂർക്കം വലി കാരണം നമ്മുടെ മറ്റ് അസുഖങ്ങൾക്ക് ലക്ഷണമുണ്ടാകുന്നു എന്നാണ് വിഷയം. അപ്പോൾ ഡോക്ടർ, തീർച്ചയായിട്ടും നമ്മളെ ഈ ചികിത്സകളുടെ കാര്യം പറഞ്ഞ രീതിയിൽ ഈ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ പരോക്ഷമായിട്ട് നമ്മുടെ ഉറക്കം നഷ്ടമാകുന്നു, ഉറക്കമില്ലായ്മ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു എന്തെങ്കിലും പരോക്ഷമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? ഇതിൽ ബേസിക്കലി ഒരു കംപ്ലീറ്റ് സ്റ്റേജ് ഓഫ് സ്ലീപ്പ് കിട്ടുന്നില്ല. നമുക്ക് ഒരു 4 സ്റ്റേജ് സ്ലീപ്പിൽ 1, 2, 3 REM സ്ലീപ്പ് എന്ന് പറയുന്ന സ്റ്റേജിൽ മിക്കപ്പോഴും ഇവർക്കൊന്നും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. കിടന്നുറങ്ങി ഒരു ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ഒക്കെ കഴിയുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ആപ്നിക് സ്മെൽസ്, ശ്വാസകോശം ഇതിലേക്ക് എയർ കയറുന്നില്ല. ഒരു 10 സെക്കൻഡോളം നമ്മൾ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ബ്രീത്തിങ് ആണ്. ആ സമയത്ത് ബ്രെയിൻ സെൻസ് ചെയ്തിട്ട് നമ്മളെ എണീപ്പിക്കുകയാണ്, അതായത് വീണ്ടും ശ്വാസം എടുക്കാൻ വേണ്ടി. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് എപ്പോഴും സ്ലീപ്പ് ഫ്രാഗ്മെന്റഡ് സ്ലീപ്സ് എന്നാ പറയുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്ക് എന്തെങ്കിലും കാര്യത്തിലേക്ക് കിടക്കാൻ ഒരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ സാർ. ഞാൻ ഈ TB ഒന്ന് അസുഖബാധിതനായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഈ ഇവിടുന്ന് നമ്മുടെ കൊല്ലത്തെ TB സെന്ററിൽ നിന്ന് 20 ദിവസത്തെ നമ്മുടെ വലിയൊരു ഗുളിയൊക്കെ തന്നു. അതെല്ലാം കഴിച്ചു. അപ്പൊ നമ്മുടെ പിന്നെ ഈ കരുനാപ്പള്ളി പുതിയകാവിൽ ഹോസ്പിറ്റലിൽ പോയി. ഹലോ സാർ, കേൾക്കുന്നുണ്ട്? ചേട്ടാ പറഞ്ഞോളൂ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഇവിടുന്നെല്ലാം ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ അന്ന് പിന്നെ ഈ ചക്രവർത്തി ഹെൽത്ത് സെന്ററിലെ അവിടെ നിന്നാണ് എനിക്ക് അവിടെ ചെക്കപ്പിലാണ് എനിക്ക് TB എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത്. സാർ ഇത് വിശദീകരണം മരുന്ന് കേൾക്കണം. അതാ ഞാൻ സാറിനെ വിളിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് അന്ന്
പിന്നെ ജോൺസൺ എന്ന് പറഞ്ഞ സാറായിരുന്നു. സാറാണ് ഈ TB എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത്. അങ്ങനെ അവിടുന്ന് അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ TB ആശുപത്രിയിൽ ചെന്ന് ബിൽഡിംഗ് ഒക്കെ എല്ലാം ചെക്ക് ചെയ്ത്. ഹലോ സാർ, കേൾക്കുന്നുണ്ട് ഏട്ടാ, പറഞ്ഞോളൂ. അങ്ങനെ അവിടെ ചെന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഈ പുതിയ ഹോസ്പിറ്റലിലോട്ട് ഡിസ്ചാർജ് അവിടെ പോയേ പറ്റത്തുള്ളൂ. അതെ. അവിടെ ചെന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ സാറ് സന്തോഷ് സാർ എന്ന് പറഞ്ഞ, അല്ല ജോൺസൺ സാർ എന്ന് പറഞ്ഞ സാറ് മാറി സന്തോഷ് സാർ എന്ന് പറഞ്ഞ സാർ വരികയും ചെയ്തു ചക്കലങ്ങര ഹെൽത്ത് സെന്ററിൽ. ഇവർ രണ്ടുപേരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതിന്റെ പേരിലാണ് ഞാൻ, കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ അല്ലെങ്കിൽ ഇതിനു മുമ്പ് സ്ഥിരം റേഡിയോ മിനിസ്റ്ററിൽ വിളിക്കുന്ന ആളാ. മനസ്സിലായി ചേട്ടാ. ഇപ്പൊ എന്തൊക്കെയാ ബുദ്ധിമുട്ടുള്ളത്? എത്ര നാളായി? ഇപ്പൊ എനിക്ക് അതെല്ലാം കഴിഞ്ഞ് ഞാനിത് 20 ദിവസത്തെ മരുന്ന് ആ ഗുളിയെല്ലാം കഴിച്ച് പിന്നീട് അവിടുന്ന് പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് 12 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പറഞ്ഞു അവിടുത്തെ ഡോക്ടർ, കരുനാപ്പള്ളിയുടെ ഡോക്ടർ പറഞ്ഞു ഇനി വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്ത് ഗുളിക കഴിച്ചാൽ മതി. ഈ TBയുടെ അസുഖം കഫത്തിൽ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, അവിടുന്ന് ഇതെല്ലാം പിന്നീട് ഇല്ലില്ല, അത് പോസിറ്റീവായിട്ടൊന്നും വന്നിട്ടില്ല. ഞാൻ ഈ TBയുടെ അസുഖങ്ങളായിട്ട് ചെന്നപ്പോഴത്തന്നെ എനിക്ക് വലിയ കംപ്ലൈന്റ് ഒന്നുമില്ല. എനിക്ക് സ്ഥിരമായിട്ട് ചുമയ ഒന്നുമില്ല. കഫം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? കഫം എല്ലാ മാസം 1 മാസം 2 പ്രാവശ്യം ഞാൻ കഫം ചെക്ക് ചെയ്യും, ബ്ലഡും ചെക്ക് ചെയ്യും, യൂറിനും എല്ലാം ചെക്ക് ചെയ്യും. ഈ TBയുടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ചേട്ടാ 6 മാസത്തോളം മരുന്ന് എടുക്കണ്ടേ? ഇപ്പൊ 6 മാസം മരുന്ന് എടുത്ത് കഴിഞ്ഞോ? അതോ മരുന്ന് കഴിച്ചു? 6 മാസം കഴിഞ്ഞ് അതിനു മുമ്പ് 20 ദിവസത്തെ മരുന്ന് ഞാൻ ഈ ഗുളികയും കഴിച്ച് 6 മാസം ഫുൾ ചെക്ക് ചെയ്യുകയും ചെയ്തു. 6 മാസം എല്ലാം മരുന്ന് കഴിച്ചു. 6 മാസത്തെയും മരുന്ന് ഒരു പ്രാവശ്യം പോലും മരുന്ന് മുടങ്ങാതെ കഴിച്ചു. നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള മരുന്നുകൾ 6 മാസത്തെ മരുന്ന്. അതെ കറക്റ്റ് സാർ. എല്ലാം കഴിയും. പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു ശ്വാസം മുട്ട് വരുന്നത്. അതെ, ചുമയൊന്നും വലുതായിട്ട് ചുമ എനിക്ക് TBയുടെ അസുഖം സ്ഥിരീകരിച്ച സമയത്ത് എനിക്ക് ചുമയൊന്നുമില്ല. ഇല്ല ചേട്ടാ, ഈ മുന്നത്തെ സമയത്ത് ഇത് വരുന്നതിന് മുന്നേ ശ്വാസം മുട്ട് വന്നിട്ടേ ഇല്ല? ഇല്ല അങ്ങനെയില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ആർക്കും ഇല്ല. ഇപ്പം കഫക്കെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇപ്പൊ ശ്വാസം മുട്ട് മാത്രം. കഫക്കെട്ടൊന്നുമില്ല. രാവിലെ എണീക്കുമ്പോ 1-2 പ്രാവശ്യം ചുമയ്ക്കും. പുക വലിക്കുന്നുണ്ടോ? പക്ഷെ എനിക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നു. പുക വലിക്കുന്നുണ്ടോ? കഫം എന്ന് പുക വലിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 2-3 വിളിക്കും. 2-3. ഇപ്പൊ ഇത്ര TB വന്നു, ശ്വാസകോശത്തിൽ ചെറിയൊരു ന്യൂമോണിയ വന്നു, ഇത്രയൊക്കെ ബുദ്ധിമുട്ടായിട്ടും പുകവലി നിർത്താറായിട്ടില്ല അല്ലേ സാർ? അത് എനിക്കിപ്പം 72 വയസ്സ് കഴിഞ്ഞു. എത്ര വർഷം കൊണ്ട് പുക വലിക്കുന്നുണ്ട്? പുക വലിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 10-60 വർഷം കൊണ്ട് വലിക്കുന്നുണ്ട്. 60 വർഷം. ഒരു ദിവസം 2 എണ്ണം വെച്ചാണെങ്കിലും ഒരു വർഷമായപ്പോ എത്ര ആയിട്ടാ? അത്രയും നാള് പുക വലിച്ചതിന്റെ ഭാഗമായിട്ട് വരുന്ന ശ്വാസം മുട്ട് തന്നെ ആയിരിക്കും. അപ്പം ഏകദേശം പുകവലി ആദ്യമേ തന്നെ നിർത്തുക, എന്നിട്ട് നല്ല രീതിയിൽ ഒരു എക്സ്റേ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട്, എക്സ്റേ എന്ന് പറയുന്ന ടെസ്റ്റ് ഇല്ല സാറേ കേട്ടോ. അതെ, ഞാൻ അവിടുന്ന് ചോദിച്ചു കേട്ടോ, നമ്മുടെ ഇവിടെ കൊല്ലത്തെ TB സെന്ററിൽ ചോദിച്ചു, സാറേ ഇനി ഞാൻ എന്തെങ്കിലും ചെക്കപ്പ് ചെയ്യണോ എന്ന് പറഞ്ഞ് അന്നേരം പോയി ചെക്കപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ ഈ ഡോക്ടർ പറയുന്നതിനെക്കാട്ടി കൂടുതൽ അപ്പൊ എന്നെ അവിടെ ഈ TB സെന്ററിൽ 12ാമത്തെ ദിവസം തന്നെ എന്നെ അവിടെ ഡിസ്ചാർജ് ചെയ്തു. മനസ്സിലായി. അല്ല സാറ് വേറെ ഒന്നും ചെക്കപ്പ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ TB സംബന്ധമായി ഇനി ചെക്കപ്പ് ചെയ്യേണ്ടതായിരിക്കും ഉദ്ദേശിച്ചത്. ഇപ്പൊ ശ്വാസം മുട്ട് വരുന്നുണ്ടോന്ന് അറിയാം. അല്ല, ഞാൻ അവിടെ നിന്ന് ഈ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഈ കൊല്ലത്ത് TB സെന്ററിൽ തന്നെ എഴുതി പിടിച്ചു, സാറേ എനിക്ക് ഈ അസുഖം ഭേദമായി എന്നുള്ള കാര്യം വേറെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? അപ്പം അതിന്റെ അവിടുത്തെ പേപ്പർ മൊത്തം ഇപ്പോഴും ഇന്നും എന്റെ കയ്യിൽ ഇപ്പുണ്ട്. അല്ല ഉറപ്പായിട്ടും അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ TB സംബന്ധമായിട്ടായിരിക്കത്തില്ല ഈ ശ്വാസം മുട്ട് വരുന്നത്, പുകവലിയായിട്ട് സംബന്ധിച്ചിട്ടായിരിക്കും ശ്വാസം മുട്ട് വരുന്നത്. അപ്പൊ അതറിയാൻ വേണ്ടി ശ്വാസകോശത്തിന്റെ ഒരു ശ്വാസകോശ നിർണയ പരീക്ഷ ചെയ്യുക. അതിനകത്ത് പുകവലി വരാനുള്ള പുകവലി കൊണ്ട് ശ്വാസകോശം ചുരുങ്ങിയിട്ടുണ്ടോന്നും കൂടെ നോക്കുക. അതുണ്ടെങ്കിൽ ഒരു ഞാനിപ്പോ ഇത് പ്രത്യേകം പറയാൻ കാരണം എന്താ പറഞ്ഞാൽ ഇന്ന് ഞാനിപ്പോ വിളിക്കാൻ കാരണം തന്നെ സാറിന്റെ സാറിന്റെ ഈ ചർച്ചയുടെ ഇതേ കണക്കുള്ള അവസ്ഥ വരുന്നത്. എല്ലാരും ഈ നമ്മളെ ഈ കൊല്ലത്തെ TB സെന്ററിൽ ചെന്ന് കഴിഞ്ഞാലേ 1 രൂപ പോലും വേണ്ട കഫം ചെക്ക് ചെയ്യാൻ. ഉറപ്പായിട്ടും 1 രൂപ പോലും വേണ്ട. നമ്മുടെ ഗവൺമെന്റ് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. കാര്യം അറിയാ, പുക വലിക്കരുത്. 2 പക്കം അടിച്ചാലും ശരി, പുക വലിക്കരുത്. ഇല്ല, രണ്ടും പാടില്ല. അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അല്ലല്ല, ഞാനവിടെ കരുനാപ്പള്ളി ഇന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടപ്പോ ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ? അപ്പം പിന്നെ ഇതെല്ലാരും കേൾക്കാൻ വേണ്ടി ഇത് കണക്ക് ചുമയുള്ള ഉള്ളവരെ കേൾക്കാൻ വേണ്ടി കൂടെ ഞാൻ പറയുന്നത്.
ഞാൻ വിചാരിച്ചെന്താ പറയാ, 12 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇനി വീട്ടിൽ ചെന്ന മക്കളെയും കൊച്ചുമകളെയൊക്കെ കണ്ട് മരിക്കാനായിരിക്കും എന്നെ പറഞ്ഞു വിടുന്നത്. ചേട്ടൻ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവരോടും പറയുന്നതിന് മുന്നേ ചേട്ടൻ ആദ്യമേ പുകവലി നിർത്തുക. അതിന് അങ്ങനെ വേണം നമുക്ക് ശരി സാറ് കേട്ടാ, ഇനി എപ്പോ പോലെ ഇപ്പൊ 2-3 ഇനി ഇവരോടൊന്നും മരിക്കുന്നില്ല. നമുക്കൊരു പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് കൂടെ ചെയ്തിട്ട് സാർ ഇത് എല്ലാരും കൂടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. മനസ്സിലായി. എല്ലാവർക്കും ഒരു അവയർനെസ് ആയിട്ട് പറഞ്ഞേക്കാം. ചേട്ടൻ ശ്വാസകോശന്റെ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് അതിന് ഇനി ശ്വാസം മുട്ട് വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നും കൂടെ നോക്കിയേക്കണം കേട്ടോ. ശരി സാറ് വൈഫ് രോഗിയാ, അപ്പൊ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് വീട്ടിൽ നിന്ന് പോവാ. ഓക്കെ ചേട്ടാ. അപ്പോൾ എന്തായാലും ചേട്ടൻ പറഞ്ഞത് ഇനി പുകവലിക്കില്ല എന്നൊരു ഇത് വാക്ക് തന്നിരിക്കുകയാണ്. ഓക്കെ ഡോക്ടർ, നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത് കൂർക്കം വലിയിൽ ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ കിടക്കുന്ന രീതികൾ പറയാറുണ്ട്, പല ടൈപ്പ് പറയാറുണ്ട്. ഈ ചിലവർ പറയും ചരിഞ്ഞ് കിടന്നാൽ പ്രശ്നം വരത്തില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിനെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഉറപ്പായിട്ടും. ഇതിൽ ബേസിക്കലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു പൊസിഷണൽ, അതായത് ശ്വാസകോശത്തിലേക്ക് എയർ കയറി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്രത്തോളം ശതമാനം ഉള്ളിലേക്ക് എടുക്കുന്നു എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ മിക്കപ്പോഴും നമ്മളെ ബുക്കുകൾ പറയുന്നത് തല ചെറിയ രീതിയിൽ ഒന്ന് പൊക്കി വെക്കുക. തല ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചതിന് ശേഷം ഏകദേശം ഒരു 20-30 ഡിഗ്രിയോളം തല പൊക്കി വെച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടന്നാൽ ഉറപ്പായിട്ടും ശ്വാസനാളങ്ങളിൽ എയർ കൂടുതൽ കയറാനും നമുക്ക് ഈ മൂക്കിൽ നിന്ന് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ബുദ്ധിമുട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എല്ലാവർക്കും ഉള്ളൊരു ടിപ്പ് തന്നെയാണ് നമ്മൾ ഒരു സൈഡിൽ ചരിഞ്ഞ് കിടക്കുക. ചരിഞ്ഞ് കിടന്നതിന് ശേഷം നമുക്ക് ആ ഒരു ശ്വാസനാളത്തിലേക്ക് എയർ കയറാൻ വേണ്ടി ഒരു പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. തല പൊക്കി വെച്ചാൽ ഏകദേശം ഒരു 25% സ്നോറിങ്. അതുകൊണ്ട് ഉണ്ടാകുന്ന, മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളല്ല മാറുന്നത്, ആ ശബ്ദത്തിൻ്റെ വ്യത്യാസം, ആ ശബ്ദത്തിൻ്റെ ലൗഡ്നെസ് കുറയാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ നമസ്കാരം. ഹലോ പറഞ്ഞോളൂ. നമസ്കാരം. ഡോക്ടർ, ഞാൻ എന്റെ മോന്റെ കാര്യം ചോദിക്കാനാണ്. മോനിപ്പോ 6 വയസ്സുണ്ട്. അപ്പോഴും മോന് ഞങ്ങൾ നേരത്തെ കുഞ്ഞിലൊന്നും നമ്മളങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഭയങ്കര കൂർക്കം വലിയാണ്. കൂർക്കം വലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല ആ ശബ്ദം കേട്ടാ. മോന് 6 വയസ്സായിട്ടേ ഉള്ളൂ. ഇപ്പൊ എത്ര നാളുകൊണ്ട് ഇത് നോട്ടീസ് ചെയ്യുന്നുണ്ട്? ഇപ്പൊ നോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5 വർഷത്തോളം ആവുന്നു. അപ്പോഴൊരു ENT കൊണ്ട് കാണിച്ച്, NS ഒരു ENT കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ ആദ്യം ഒരു മൂക്കിലൊഴിക്കാൻ ഒരു മരുന്നും തന്ന്, അല്ലാതെ ഉള്ളിൽ കൊടുക്കാനൊരു ടോണിക്കും തന്നു. മൂക്കിന്റെ പരിശോധന വല്ലതും നടത്തിയിട്ടുണ്ടായിരുന്നോ? എക്സ്റേ എടുത്ത്, എന്നിട്ട് ഇത് കൊടുത്ത് ഇതൊരു 2 ആഴ്ച കൊടുത്തു കഴിഞ്ഞ് എക്സ്റേ എടുക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ എക്സ്റേ എടുത്തോണ്ട് ചെന്നപ്പോ ഈ ചെറുത് അടവുണ്ട്. അടവ് അത് ഒരു ചെറിയൊരു ക്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഫുള്ളായിട്ട് അടഞ്ഞിട്ടില്ല, ചെറിയൊരു ക്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. 7% ആ ഒരു ഗ്രന്ഥിക്കോ അല്ലെങ്കിൽ മൂക്കിന്റെ ഭാഗത്ത് അടവുണ്ടെന്നാണോ പറഞ്ഞത്? പറഞ്ഞത്. അപ്പോഴും അത് കഴിഞ്ഞ് പിന്നെ മൂക്കിലടിക്കാൻ ഒരു സ്പ്രേ തന്നെ. അപ്പൊ സ്പ്രേ അടിക്കുമ്പം കുഴപ്പമില്ല, ആ ഒരു കുമലിക്ക് കുറവുണ്ട്. പക്ഷെ അത് അടിക്കാതിരുന്ന പഴയ കണക്ക് തന്നെ കൂർക്കം വലിയ. ഇതിനുള്ളൊരു ഫാക്ടർ എന്ന് വെച്ചാൽ തുമ്മലും കാര്യങ്ങളും ഉണ്ടോ കുഞ്ഞിന്? തുമ്മല് ഇടയ്ക്കുണ്ട്, അല്ലാതെ സ്ഥിരം ഒരു തുമ്മലുള്ളതല്ല. മൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. മൃഗങ്ങളൊന്നുമില്ല. കുഞ്ഞ് മണ്ണിലോ പൊടിയിലൊക്കെ കളിക്കാറുണ്ടോ? മണ്ണിൽ അങ്ങനെ അങ്ങനെ സ്ഥിരമായിട്ടൊന്നും കളിക്കത്തില്ല. പിന്നെ ഇടയ്ക്ക് അങ്ങനെ ഒന്ന് മണ്ണും ഹാരും അതായി. അതെ, ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സ്റ്റിമുലസ്, അതായത് ചിലപ്പോൾ പൊടിയോ പൂമ്പൊടിയോ കാര്യങ്ങളൊക്കെ മൂക്കിൽ കയറുന്നുണ്ടായിരിക്കാം വീണ്ടും. ചിലപ്പോൾ അവർ ചെവിക്കകത്ത് അഴുക്ക് കിട്ടും അതിനകത്ത്. അപ്പം ഈ ഒരു പനി എന്തെങ്കിലും വന്നാൽ തന്നെ ഒരു ചെവിയില ഏറ്റവും കൂടുതൽ ഒരു ചെവിയില്. ഒന്നാമത്തെ കാര്യം, കുഞ്ഞ് ഏതെങ്കിലും ഒരു സൈഡ് കൊണ്ട് ചവയ്ക്കുന്നത് കൊണ്ടായിരിക്കും. ആ ചെവിയുടെ സെയിം സൈഡ് കൊണ്ട് കുഞ്ഞ് റിപ്പീറ്റഡ് ആയിട്ട് ചവയ്ക്കുകയാണ്, അല്ലെങ്കിൽ പല്ലിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട്, ആ ഭാഗം കൊണ്ട് മാത്രം ചവയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ സൈഡിൽ ബുദ്ധിമുട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഈ കുഞ്ഞിന് റിക്കറൻ്റ് ആയിട്ടുള്ള പൊടി അല്ലെങ്കിൽ പുക അല്ലെങ്കിൽ ചിലപ്പോൾ പൂവിൻ്റെ എന്തെങ്കിലും അലർജി കൊണ്ടിട്ടായിരിക്കും വീണ്ടും മൂക്കിലെ ഗ്രന്ഥി വളർന്നു വരുന്നത്, അല്ലെങ്കിൽ ഈ അഡിനോയിഡ് കുറച്ച് തെളിഞ്ഞ് നിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ ഈ മൂക്കിലെ സ്പ്രേ കുറച്ച് നാൾ, ഏകദേശം ഒരു 3 months ഒക്കെ എടുത്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് DNE എന്ന് പറയും, നേസൽ എൻഡോസ്കോപ്പി, ജസ്റ്റ് മൂക്കിലൂടെ ഒന്ന് ക്യാമറ വെച്ച് നോക്കുമ്പോൾ, വേദനയൊന്നും എടുക്കുന്ന പ്രൊസീജിയർ അല്ല, നമുക്ക് ഉള്ളിലോട്ട് അറിയാൻ പറ്റും എത്ര ശതമാനം ഇതിന് വളർച്ച ഉണ്ടോ എന്ന്. എന്നിട്ട് ഇത് ചുരുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാജുവലി ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പം കുഞ്ഞുങ്ങളുടെ സ്നോറിങ് ഇതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ മാറും. അത് ഫ്യൂച്ചറിൽ വലിയ കോംപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. ഒന്ന് റെഗുലറായിട്ട് ഫോളോ അപ്പ് എടുത്താൽ മതി കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോള് കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
ഹലോ ഹലോ ഹലോ ഹലോ ഹലോ പറഞ്ഞോളൂ. എനിക്ക് കൂർക്കമ്പലി അത്ര ഉണ്ട്. എനിക്ക് പക്ഷെ ഭയങ്കര വയറുവേദന, ഛർദിക്കാൻ മുട്ടലുവാ. എല്ലാ ദിവസവും ഉണ്ടോ മൂക്ക്? പേരൊന്നും അറിയാമോ? അനാമിക 6 വയസ്സ്. 6 വയസ്സല്ലേ? അനാമിക കുട്ടി റേഡിയോയുടെ അടുത്ത് നിന്ന് ഒന്ന് മാറി സംസാരിച്ചോളൂ ഡോക്ടറോട്. ഭയങ്കര കൂർക്കമ്പലി ഉണ്ട്. ആ പിന്നെ ഇടയ്ക്ക് വെച്ച് ഭയങ്കരമായ വയറുവേദനയും ഓർക്കാനും ഒക്കെ ഉണ്ട്. തുമ്മലൊക്കെ ഉണ്ടായിരുന്നോ? ചെറുതായിട്ടേ ഉള്ളു. തുമ്മൽ അത്ര വലുതായിട്ടൊന്നുമില്ല. ഈ വയറുവേദനയും ഓർക്കാനും ഒക്കെ എല്ലാ ദിവസവും പറയുന്നുണ്ടോ? ഇടയ്ക്ക് ഒരാഴ്ച വരെ അങ്ങ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആഴ്ച കൊണ്ടുപോയി സ്കാനൊക്കെ ചെയ്ത് പിന്നെ പിന്നെ യൂറിനൊക്കെ ഒഴിക്കുമ്പോ ഭയങ്കരമായ വേദനയൊക്കെ ആയിരുന്നു. അതും പിന്നെ കൾച്ചർ ചെയ്ത് അതിൽ കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും കാണിച്ചിട്ടുണ്ടായിരുന്നോ? എന്തോ ENT ഡോക്ടർ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടായിരുന്നോ? ENT കാണിച്ചായിരുന്നു. പറഞ്ഞോ? കൂർക്കമ്പല്ലിയുടെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഇടയ്ക്ക് വെച്ച് ചെവി കുഞ്ഞിനൊരു കുരുപ്പൊക്കെ വന്ന് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. മൂക്കില് എന്തെങ്കിലും സ്പ്രേയോ മരുന്നോ എന്തെങ്കിലും എടുക്കണോ? മൂക്കിലും മരുന്ന് ഒഴിച്ചായിരുന്നു. എന്നിട്ട് നിർത്തി? അങ്ങ് നിർത്തി. ഡോക്ടർ പറഞ്ഞിട്ടാണോ നിർത്തി അതോ അതിന് മുന്നേ? ഇല്ല, ഡോക്ടർ പറഞ്ഞില്ല, നമ്മളായിട്ട് അങ്ങ് നിർത്തിയത്. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ തെറാപ്പി പോലെ ചേച്ചി. നമ്മൾ ഏകദേശം ഒരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ വീണ്ടും ഈ മൂക്കിലെ ബുദ്ധിമുട്ട്, എന്തെങ്കിലും ദശയോ അല്ലെങ്കിൽ പാലത്തിന് വളവോ അല്ലെങ്കിൽ അടിനോട് പോലുള്ള ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ വീണ്ടും നോക്കണം. ഇത് ഏകദേശം ഒരു 9 വയസ്സ് അല്ലെങ്കിൽ 8 വയസ്സ് വരെ ഇത് കൂടിയും കുറഞ്ഞ് നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത് നമ്മളെ കുട്ടിയെ കുളിപ്പിക്കുന്ന സമയം, കഴിക്കുന്ന ആഹാരം, പിന്നെ എണ്ണമയം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മധുരം, പിന്നെ പൊടി, പുക, ഈ മൃഗങ്ങളുമായിട്ടുള്ള എക്സ്പോഷർ, ഇതൊക്കെ ഒരു റിസ്ക് ഫാക്ടേഴ്സാണ്. അപ്പം ഇതൊക്കെ ഒന്ന് കൂടെ കുറച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ മരുന്ന് മാറ്റിയിട്ട് ഈ സ്നോറിങ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രിവെന്റ് ചെയ്യാൻ, മാറ്റി നിർത്താൻ പറ്റും. അതുപോലെ ചെവിക്ക് ഇപ്പോഴും അങ്ങ് പിന്നെ ചൊറിച്ചിലും എല്ലാം ഉണ്ട്. ചെവിക്ക് ഒഴിക്കാനും മരുന്നുണ്ട്, അതും അങ്ങ് നിർത്തിയായിരുന്നു. അതും ഈ മൂക്കിൽ അഡിനോയിഡും ഈ ടോൺസിലും വികസിച്ച് വരുന്ന സമയത്ത് നമ്മുടെ ചെവിയിൽ നിന്ന് ഒരു യൂസ്റ്റേഷൻ ട്യൂബ് ആ തൊണ്ടയിലേക്ക് പോകുന്നുണ്ട്. തൊണ്ട ഭാഗത്തോട്ട് പോകുമ്പോൾ അവിടെ ചെറിയ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ചെവിയിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആ സമയത്ത് നമുക്ക് റിക്കറന്റ് ആയിട്ടുള്ള ചൊറിച്ചിൽ വരും. അപ്പോൾ ഇനി അന്നേരം കണ്ടിന്യൂ ചെയ്യണോ ചെവിയിൽ ഒഴിക്കുന്ന മരുന്ന്? ഒന്നും കൂടെ അല്ല, ചെവിയിൽ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് ഒഴിക്കാൻ പാടില്ല അങ്ങനെ. അപ്പോൾ ആ ഡോക്ടറെ ഒന്നും കൂടെ കാണിച്ചിട്ട് തൊണ്ടയും ചെവിയുടെ ഉൾഭാഗവും ക്ലിയർ ആണോ നോക്കിയിട്ട്, അപ്പം മൂക്കിൽ മാത്രം മരുന്ന് ഒഴിച്ചാൽ മതി. അത് മാത്രം ഒരു 21 ഡേയ്സ് ചെയ്ത് പിന്നെ വീണ്ടും ഡോക്ടറെ കാണിച്ചിട്ട് അവരായിട്ട് സ്റ്റോപ്പ് ചെയ്താൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ശരി ഡോക്ടർ, താങ്ക് യു. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ഡോക്ടർ, നമ്മൾ ഈ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു, ഒരുപാട് പ്രതിരോധിക്കാനുള്ള കാര്യം, ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? ഒരു പരിധിവരെ അമിതവണ്ണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടുതലാണ്. ഇപ്പം അമിതവണ്ണം ഉള്ളവർക്ക് ഷുഗറും പ്രഷറും വരാൻ ചാൻസ് ഉള്ളതുപോലെ തന്നെ നമുക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഒരു അസുഖം, അതായത് ഉറക്ക സമയത്ത് ശ്വാസകോശത്തിൽ ഉണ്ടാവുന്ന തടസ്സം കാരണം ഉണ്ടാവുന്ന ശ്വാസമുട്ട്, ഏകദേശം ഒരു 10 സെക്കൻഡോ 11 സെക്കൻഡിലേക്കോ ഇവര് ശ്വാസം എടുക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ. സോ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വെയിറ്റ് കുറയ്ക്കുക, നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കുക, പ്രോപ്പർ എക്സസൈസ് ചെയ്യുക. അതും രാത്രി സമയങ്ങളിലുള്ള എക്സസൈസ് നമ്മുടെ സ്ലീപ്പ് കൂട്ടിയും നമുക്ക് സ്നോറിങ്, കൂർക്കം വലി കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഉറപ്പായിട്ടും ഡേ ടൈമിൽ ഉള്ള സമയത്തുള്ള ഒരു പ്രോപ്പർ എക്സസൈസ് ചെയ്യുക. സ്ലീപ്പ് ഹൈജീൻ നല്ല രീതിയിൽ, നല്ല വൃത്തിയായ ഒരു സാഹചര്യം ഒരുക്കി, ഈ ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ, അതായത് ആൽക്കഹോളോ അങ്ങനെയുള്ള ഇൻഫ്ലുവൻസോ കാര്യങ്ങളോ സെഡേറ്റീവ്സോ ഉറക്ക ഗുളികളോ ഒന്നും കഴിക്കാത്ത രീതിയിൽ ഒരു കൊടുക്കുക. പ്രോപ്പറായിട്ടുള്ള ഡയബറ്റിക് കൺട്രോൾ, ഒരു ചെറിയ ഷുഗറിൻ്റെ ആരംഭം ഉണ്ടെങ്കിൽ പോലും അതൊരു പ്രോപ്പറായിട്ട് ഡോക്ടറിനെ കാണിച്ചിട്ട് നമ്മുടെ മന്ത്ലി ഉള്ള ഷുഗർ ലെവൽസ് നല്ല രീതിക്ക് താഴെ കൊണ്ടുവരിക. BP പോലുള്ള അസുഖങ്ങൾ നമ്മൾ മിക്കപ്പോഴും, ഷുഗർ നമുക്ക് ബ്ലഡ് ടെസ്റ്റിൽ അറിയാം, BP നമുക്ക് മിക്കപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. അപ്പോൾ BP പോലുള്ള അസുഖങ്ങൾ പ്രോപ്പറായിട്ട് ഉണ്ടോയെന്ന് ഒരു 3-4 റീഡിങ്സ് എടുത്തിട്ട് ഒരു ജസ്റ്റ് ഒന്ന് പ്രോപ്പറായിട്ട് അതിനുള്ള മെഡിസിനോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അത് നിർത്തുക. പിന്നെ നമുക്കൊരു ബെറ്റർ സ്ലീപ്പിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് സ്നോറിങ് കൂടി വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇതിൽ ഏത് ആസ്പെക്ട് കാരണമാണ് എനിക്ക് കൂർക്കം വലി വന്നത്, അത് ENTയുടെ പ്രശ്നമാണോ വേറെ എന്തെങ്കിലും ആസ്പെക്റ്റ് ആണോ നോക്കിയതിന് ശേഷം അത് വെച്ചിട്ട് നമുക്ക് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് സ്നോറിങ് കുറയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കൂർക്കം വലി ഒഴിവാക്കാനായിട്ട് എന്തോ ഒരു തരത്തിലുള്ള ഒരു മെഷീൻ ഘടിപ്പിക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലെങ്ങനെ
എന്തെങ്കിലും സാധ്യതയുണ്ടോ അങ്ങനെ? ഉറപ്പായിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഡയറക്റ്റ് നമ്മൾ ആ മിഷൻ സ്റ്റാർട്ട് ചെയ്യല്ല. ഈ കൂർക്കം വലി വരുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ ആപ്നിക് സ്പെൽസ് 10 സെക്കൻഡോളം ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരാൾക്ക് പ്രോപ്പറായിട്ടൊരു സ്റ്റഡി ചെയ്യും. അതിൽ ആ സ്റ്റഡിയുടെ പാർട്ടിൽ ഒരു ENT ഇവാലുവേഷൻ കാണും, നമ്മുടെ മൂക്കിൻ്റെ ദ്വാരം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇവാലുവേഷൻ കാണും. അതിനുശേഷം നമ്മൾ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയും, പോളിസോംനോഗ്രഫി. സ്ലീപ്പിൻ്റെ പല ഘടകങ്ങളിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് എത്ര ശതമാനം ഓക്സിജൻ അളവ് കുറയുന്നുണ്ട്, നമുക്ക് എത്ര പ്രാവശ്യം ബുദ്ധിമുട്ട് വരുന്നു, ഏത് സൈഡിൽ കിടക്കുമ്പോഴാണോ, സ്നോറിങ് ഇൻഡെക്സ്, അതായത് എത്ര ശക്തിയിൽ എത്ര സമയത്തേക്ക് നമ്മൾ കൂർക്കം വലിച്ചു എന്നുള്ളത്. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ നമുക്കൊരു വാല്യൂ കിട്ടും, AHI എന്ന് പറയുന്നൊരു വാല്യൂ. അത് കൂടുതലാണെങ്കിൽ നമ്മൾ CPAP എന്ന് പറയുന്ന ഒരു തെറാപ്പി. CPAP എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ എന്ന് പറയും. കണ്ടിന്യൂസ് ആയിട്ട് ഈ മിഷൻ, മിക്കുള്ളവരും ഈ മിഷൻ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്നത് ഇത് ഓക്സിജൻ കൊടുക്കുന്ന മിഷൻ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഓക്സിജൻ അല്ല, ഇതൊരു പ്രഷർ കൊടുക്കുകയാണ്. അപ്പം ഈ ചുരുങ്ങിയിരിക്കുന്ന ശ്വാസനാളങ്ങൾ, അതായത് നമ്മുടെ മൂക്കിന് ബാക്കിലുള്ള ഈ ശ്വാസകോശത്തെ നല്ല രീതിയിൽ ഒരു കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ, കണ്ടിന്യൂസ് ആയിട്ട് പ്രഷർ കൊടുക്കുകയും പ്രഷർ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ശ്വാസകോശം വികസിപ്പിക്കും. സോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു 6-7 മാസം അല്ലെങ്കിൽ 1 year എടുക്കേണ്ടി വരും. ഇത് നമുക്ക് എപ്പോൾ മാറ്റി നിർത്തണം എന്ന് വിചാരിച്ചാൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വെയിറ്റ് റിഡക്ഷൻ, ഷുഗറിൻ്റെ കൺട്രോൾ, അല്ലെങ്കിൽ മറ്റുള്ള പ്രൊസീജിയേഴ്സ്, ഇപ്പോൾ മൂക്കിൽ എന്തെങ്കിലും വളവോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് സർജിക്കലി കറക്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മിഷനും കൂടെ ഒഴിവാക്കാൻ പറ്റും. സോ CPAP ആണ് ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. വേറെ കുറച്ച് ഡിവൈസസും കൂടെ ഉണ്ട്, ഈ മാനിബുലർ ഡിവൈസസ്, നമ്മുടെ വാ തുറന്ന് വെക്കാനുള്ള ഡിവൈസസ്. അതൊരു ഒരു 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 വേറെ മെത്തേഡ്സ് ആണ്, അത് നമുക്ക് നോക്കണം. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഹലോ ഹലോ, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. നമസ്കാരം. ഓക്കെ അമ്മ, ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. എനിക്ക് ഒരു അലർജിയുടെയും ശ്വാസം മുട്ടിന്റെയും കാര്യം പറയാനായിരുന്നു. പറഞ്ഞോളൂ. ഞാന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10-15 വയസ്സുള്ളപ്പോഴേ എനിക്കൊരു അലർജിയുടെ ഒരു അസുഖം തുടങ്ങിയതായിരുന്നു. അതിപ്പോ അങ്ങ് ഭയങ്കര ശ്വാസം മുട്ടായിട്ട് ഇപ്പൊ ഒരു 3-4 ദിവസമേ ആയുള്ളൂ മരുന്ന് കഴിച്ചു നിർത്തിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും പോവും. അങ്ങനെ സംഘത്തിലൊക്കെ പോയി ഒരുപാട് ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ അന്ന് കണ്ണൻ ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ ട്രീറ്റ്മെന്റിൽ കുറെയൊക്കെ ഇങ്ങനെ നോക്കി. എന്നിട്ട് എന്തുവാന്നൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷെ അന്ന് വെയിറ്റും ഒക്കെ കുറവായിരുന്നു. ഈ കണ്ണൻ ഡോക്ടർ ഇരിക്കുന്ന സമയത്ത് എനിക്ക് 35 കിലോയ്ക്ക് അകത്തേ ഉള്ളൂ വെയിറ്റ്. ഇപ്പോഴൊരു 50 അകത്തേ ഉള്ളൂ ഇപ്പോഴും. ഭയങ്കര ശ്വാസം മുട്ടും. അതെനക്ക് തന്നെ ഈ ചെവിയുടെ അവിടെ നിന്ന് ഇങ്ങനെ ചൊറിച്ചിൽ പോലെ വന്ന് തൊണ്ടക്കുഴി വരെ വരും. പിന്നെ അങ്ങ് ഭയങ്കരമായ ചുമയും ശ്വാസം മുട്ടും. നെഞ്ചിനകത്ത് ഇങ്ങനെ ഒരു വെപ്രാളം പോലെ, ശ്വാസം മേപ്പോട്ടും താപ്പോട്ടും വരത്തില്ല. ഇങ്ങനെ ഈ തുമ്മല് വരും. തുമ്മല് വന്നു കഴിഞ്ഞാൽ ചുമ വരും. ചുമ വന്നിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ശ്വാസം മുട്ടും. അതിനൊക്കെ ഒരുപാട് നേരം സംസാരിക്കാനും ഒക്കെ അങ്ങ് ബുദ്ധിമുട്ട്. അപ്പൊ ഇടയ്ക്ക് വെച്ച് എനിക്ക് മരുന്ന് മുമ്പൊക്കെ എനിക്ക് നരമ്പ് ഇഞ്ചക്ഷൻ എടുക്കും, പേരറിയത്തില്ല. പിന്നെ അത് കേൾക്കാതെ വന്നപ്പോഴത്തേക്ക് നമ്മള് വലിക്കുന്ന ഈ മെഷീനിലിട്ട് വലിക്കുന്ന ഗുളിക, അതിന്റെ പേര് ഓർമ്മ. അങ്ങനെ വലിച്ചോണ്ടിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ വർഷം അതിന്റെ ഒരു ബോട്ടിലായിട്ട് വരുന്നതല്ലേ, അങ്ങനെ അത് ഇങ്ങനെ കൂടുമ്പോഴത്തേക്ക് വലിക്കുമായിരുന്നു. പക്ഷെ എന്തൊക്കെ ചെയ്താലും ഇത് നിശേഷം മാറുന്നില്ല. മാറി കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് എനിക്കങ്ങ്. ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ജോലി തട്ടുകട. അടുപ്പമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടോ? അത് കൊണ്ട് ചായ കുടിക്കുന്ന ഞാനാ ഡോക്ടർ. മൃഗങ്ങളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? റോഡിലെ പൊടിയായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അങ്ങനെ എനിക്ക് മാസ്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല. അതാണ് അതിലും വലിയ വിഷയം. മാസ്ക് ഒക്കെ ഇടുമ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം എടുത്ത് വിടാൻ ബുദ്ധിമുട്ടാണ്. നേരത്തെ ഒരു അമ്മ വിളിച്ചാണൊക്കെ എനിക്ക് ശ്വാസം കീപ്പോട്ടും മേപ്പോട്ടും പോകത്തില്ല. അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതൊക്കെ ചിലപ്പം രാത്രിയായിരിക്കും, ചിലപ്പം പകലായിരിക്കും. അന്നേരം കുറെ നേരം കഴിയും. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ നെഞ്ചിനൊക്കെ തട്ടിയൊക്കെ ചെറിയ സമയം ശ്വാസം നേരെ വീഴുന്ന. ഇതില് 1-2 കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് ഇൻഹേലർ എടുക്കുന്ന ടെക്നിക്ക് കറക്റ്റ് ആണോ നോക്കണം. രാവിലെയും വൈകിട്ടും ഇൻഹേലർ എടുക്കുന്നത് ടെക്നിക്ക് കറക്റ്റ് ആണോ നോക്കണം. ബിപിയാ? അതെ, ഇൻഹേലർ ബിപി ഇപ്പൊ നോർമലാ. ഞാൻ ഇപ്പൊ മെനഞ്ഞാന്നല്ല, ഒരു 3 ദിവസത്തിന് മുമ്പേ പോയപ്പം 110ഉം 90ഉം ഉണ്ടായിരുന്നു. പിന്നെ ഷുഗർ ഉണ്ട്. ഷുഗർ ഒരു 2008 തൊട്ട് അതിന്റെ ഒരു ഗ്ലൈസിഫൈ G2 എന്നും പറഞ്ഞൊരു ഗുളിക, അത് ഞാൻ 2 നേരം എടുക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഒരു വേറൊരു ഗുളിക എടുക്കുന്നുണ്ട്.
ഇൻസുലിനൊക്കെ എടുക്കാൻ പറ. 600 വരെ വന്നിട്ടുണ്ട് ഷുഗർ. അതെ മാഡം, ഇതിനകത്ത് മെയിൻ കാര്യം ഒന്ന് നമ്മൾ ഇൻഹേലർ വലിക്കുന്ന മരുന്ന് എടുക്കുന്ന മെത്തേഡ് കറക്റ്റ് ആണെന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. മധ്യയുടെ ഇരപ്പാരണം കേൾക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം പൊടി പുക മൃഗങ്ങളുമായിട്ടുള്ള എക്സ്പോഷർ. അതായത് മൃഗങ്ങളൊന്നുമില്ല വീട്ടിൽ, അങ്ങനെയുള്ള ഒന്നുമില്ല. പൊടിയും പുകയും പൊടിയും പുകയും വീട്ടിലെ അടുപ്പ് ഞാൻ അങ്ങനെ കത്തിക്കാറില്ല. ഞാനിങ്ങനെ ഒരു മോള പിന്നെ വീട്ടില് ചോറ് വെക്കുന്നത്, അത് വെളിയിൽ അടുപ്പിലിട്ട് വെക്കും. അല്ലാതെ ഇൻഹേലർ ടെക്നിക്ക് കറക്റ്റ് ആണോ നോക്കിയിട്ട് ഈ പൊടിയും പുകയും ഒരു കുറച്ച് നാളത്തേക്കൊന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മിക്കപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകൾ കുറയാനുള്ള ചാൻസസ് കൂടുതലാട്ടോ. ശരി ഡോക്ടർ. ഓക്കെ, അപ്പോൾ ഡോക്ടർ നമ്മുടെ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. എന്താണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളോട് ഡോക്ടറിന് പറയാനുള്ളത്? നമ്മുടെ ഈ കൂർക്കം വലി വളരെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണല്ലോ. അതിനെക്കുറിച്ച് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത് തന്നെ പറയുന്നത്, മിക്കപ്പോഴും നമ്മൾ ഇത് കെയർലെസ് ആയിട്ട് അല്ല ചെറിയ തോതിൽ കൂർക്കം വലിക്കുന്നുള്ളൂ. നമ്മൾ ഉറങ്ങുന്നത് കൊണ്ട് നമ്മൾ ആരും അവെയർ അല്ല ഇതിൽ. അപ്പം നമ്മളെ ഏതൊരു അസുഖം വന്നാലും അതിനൊരു ചെറിയ ബുദ്ധിമുട്ടൊന്നും നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും. ഈ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് കൊണ്ട് നമ്മൾ ആരും ഇത് തിരിച്ചറിയാൻ പോകുന്നില്ല. അപ്പം നമ്മൾ ഇത് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ട് വളരെ ചെറിയ എന്തെങ്കിലും കറക്ഷൻസ് ആണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റം മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു സൈക്കിൾ പോലെ. ഷുഗർ ഉള്ളവർക്കോ പ്രഷർ ഉള്ളവർക്കോ ഈ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടുള്ളവർക്ക് ഷുഗറോ പ്രഷറോ വരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് കൂടാനുള്ള ചാൻസ്. സോ ഇത് പ്രോപ്പറായിട്ട് എനിക്കിപ്പോൾ ഒരു ഷുഗർ ഉണ്ടെങ്കിൽ ഞാൻ കൂർക്കം വലിക്കുന്നുണ്ടോ, അപ്പോൾ വേറെ എന്തോ കൂടെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതിയിൽ അതൊന്ന് ജസ്റ്റ് ഒരു ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അമിതവണ്ണം, നല്ലൊരു ആരോഗ്യത്തോടുള്ള സ്ലീപ്പ്, പിന്നെ മറ്റുള്ള ഇൻഫ്ലുവൻസ് ഉള്ള പുകവലി, ആൽക്കഹോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം മാറ്റം സംഭവിക്കാം. ചെറിയൊരു പൊടിക്കൈ എന്നുള്ള രീതിയിൽ കിടക്കുന്ന രീതി, ശൈലി, തല പൊക്കി വെച്ച് കിടക്കുക, സൈഡിലേക്ക് കിടക്കുക, ഇതുമൊക്കെ നമുക്ക് സ്നോറിങ് കുറയ്ക്കാനുള്ള വളരെയധികമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലം മെഡിറ്ററീന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ ഷെഫിൽ ഷെരീഫാണ്. ഡോക്ടറിന്റെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും റേഡിയോ ബെൻസിഗിൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. നന്ദി ഡോക്ടർ. താങ്ക് യു സോ മച്ച്.